അതിനുശേഷം ഞാൻ സൗദി അറേബ്യ ജോലി ചെയ്യുമ്പോൾ റാബക്കിൽ വെച്ചിട്ട് എന്നോട് അവിടുത്തെ ഇസ്ലാഹി സെന്ററിൽ പ്രവർത്തനം ഒന്നും ഡോക്ടർ ഒന്നിൽ പ്രസിഡന്റോ സെക്രട്ടറി ആവണം. അങ്ങനെ നിർബന്ധിച്ച് അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ആവില്ല, നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹകരണവും ചെയ്യാം. അങ്ങനെ ഞാൻ ഒരിക്കൽ അവിടെ ചെല്ലുമ്പോൾ മയ്യത്ത് നമസ്കാരം നടക്കുക. അപ്പം ഞാൻ ചോദിച്ച ആരാണെന്ന് മരിച്ചുപോയത് ഞാൻ അറിഞ്ഞില്ല, നമ്മുടെ നേതാക്കന്മാരെ. കാരണം എന്താ, മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കണോ എന്നുള്ള കാര്യത്തിൽ പോലും നമ്മൾ തർക്കത്തിലാണല്ലോ. പിന്നെ എങ്ങനെ? അപ്പോൾ നാട്ടിക മൂസ മുസ്ലിയാർ മരിച്ചുപോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാട്ടിക മൂസ മുസ്ലിയാർ പിറ്റേന്ന് മുജാഹിദിനെതിരെ വാദപ്രചാരം ഫിക്സ് ചെയ്തിരുന്നല്ലേ മരിച്ചത്, പിന്നെന്താ പ്രശ്നം? അല്ലാതെ ലീഗിന്റെ ആളാണ്. അപ്പൊ എന്താ, ഞാൻ പറഞ്ഞു ഈ കാപട്യത്തിന് എന്നെ കിട്ടില്ല. ഒരു ഷിർക്കിന്റെ വാക്താവിന് എങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നത് എന്താ അറിയോ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വ്യക്തി താല്പര്യങ്ങളും ഈഗോയുമാണ് ഈ പ്രശ്നത്തെ വഷളാക്കി കളഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഈ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ശബാബ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലേഖനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ ശരിയാണ്, ശരിയല്ല, ശരിയാവാം, ശരിയാവൂല, ഒരിക്കലും ശരിയാവൂല, ശരിയാവാൻ സാധ്യതയുണ്ട്, അല്ലെന്ന് പറയാൻ സാധ്യമല്ല എന്നൊക്കെ പറയുന്ന നിഗമനങ്ങളല്ലാതെ എന്ത് കാണാൻ സാധ്യമല്ല? ഇത് വ്യക്തമായിട്ട് എന്താണ് ഈ വസ്തുത എന്ന് പറയാൻ ഇതുവരെ നമുക്ക് ഒരു സോഴ്സ് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്ക് നേരെ നടപടികൾ ഉണ്ടാകുകയും അവർ ഒഴിവാക്കപ്പെടുകയും ചെയ്ത രംഗമാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു, സലാം സുല്ലമി അദ്ദേഹം ഈ സംഘടന രണ്ടായി പിരിഞ്ഞ്, ഞാൻ പറയുന്നത് ഞാൻ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തെ ഒരു പരാമർശിക്കുന്നതെന്നറിയോ, അത് പരാമർശിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇനി അവർ പറയാണ് എന്നാൽ ഇത് ഞങ്ങൾ അംഗീകരിച്ച്, ഈ പറയുന്നതൊക്കെ ഖുർആൻ ഹദീസ് അംഗീകരിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്വീകാര്യമായ ഒരു സംഘടനയെ കുറിച്ച് മാത്രം പരാമർശിക്കുക. കാരണം അവരും നമുക്ക് പ്രത്യാശയുള്ളൂ, അതുകൊണ്ടാണ്. അല്ലാതെ കേരളത്തിലെ മറ്റു പ്രസ്ഥാനങ്ങൾ ഇല്ലാഞ്ഞിട്ടോ ആ പ്രസ്ഥാനങ്ങളെ കുറിച്ച് വിമർശിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. സലാം സുല്ലമി എഴുതിയ ഖുർആന്റെ വെളിച്ചം എന്ന തഫ്സീറിനകത്ത് കാണാൻ കഴിയുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം അർത്ഥം കൊടുത്ത എന്താ, ഒരു വിഭാഗം അവർ പലിശ ഭക്ഷിക്കുന്നു, ബാധനിമിത്തം പിശാച് മറിച്ച് വീഴ്ത്തുന്നവൻ എഴുന്നേൽക്കുന്ന പോലെ അല്ലാതെ അവർ എഴുന്നേൽക്കുന്നതല്ല. ബാധനിമിത്തം പിശാച് മറിച്ച് വീഴ്ത്തുന്നവൻ എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉപമ പറഞ്ഞപ്പോ ഇന്നതുപോലെ, നമ്മൾ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉള്ളതാണ്, അതുപോലെ നമ്മൾ ഈ പറയുന്ന സംഗതി അത്രത്തോളം അങ്ങ് വരില്ല, പക്ഷെ അതുപോലെ ഇരിക്കും. അപ്പൊ ചന്ദ്രൻ ഉള്ളതാണ്, അതുപോലെയാണിത്. എന്നതുപോലെ പിശാചുബാധ ഉള്ളതാണ്, അതുപോലെയാണിത്. അവിടെ പിശാചുബാധ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്താ, ഇത് അറിയുന്ന അറബികളോട് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഇതിന്റെ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കൂ. ഈ ഭാഷ അറിയുന്ന ഖുറൈശികളുടെ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ, ആ ഖുറൈശികളിലുള്ള വിശ്വാസം എന്താണ്? പിശാചുബാധ അവർക്ക് വിശ്വാസമുള്ളതാ. പിശാച് ബാധിച്ച് എങ്ങനെ ഇരിക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു അതുപോലെയാണ് പലിശ ഭക്ഷിക്കുന്നതിന്റെ അവസ്ഥ എന്ന്. ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് ഇദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുക, വ്യാഖ്യാനം ഭ്രാന്താണ് വിവക്ഷ, ചീത്ത സ്വഭാവത്തെയും പ്രവൃത്തിയെയും പിശാചിലേക്ക് ചേർത്തി പറയുക എന്നത് പരിശുദ്ധ ഖുർആന്റെയും അറബി സാഹിത്യത്തിലെ ഒരു പൊതുവായ ശൈലിയാണ്. പിശാചിന് മനുഷ്യരെ ബാധിച്ച് മറിച്ചിടാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടില്ല. നൽകിയിരുന്നുവെങ്കിൽ, ഇനി യുക്തിയാണ് കേട്ടോ, നൽകിയിരുന്നുവെങ്കിൽ അവനെതിരെ പ്രസംഗിക്കുന്നവരെയും നമസ്കരിക്കുന്നവരെയും അവൻ മറിച്ചിടുമായിരുന്നു. കണ്ടോ, അങ്ങനെ അങ്ങ് ബാധിക്കുകയാണെങ്കിൽ പിന്നെ അവനെതിരെ പ്രസംഗിക്കുന്നവരെ കാലെ പിടിച്ചൊരൊറ്റ വീഴ്ച, അല്ലെങ്കിൽ നമസ്കരിക്കുന്നവരെ പിന്നീന്ന് പിടിച്ചു വലിക്കുക ചെയ്യുമായിരുന്നില്ലേ എന്ന്. ഇവിടെ മുബസ്സിരിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ്, ഇത് ഭൂമിയിലെ അവസ്ഥയല്ല. നിങ്ങൾ ആരും കണ്ടോ പലിശ തിന്നുന്ന നല്ല മുതലാളിമാർക്ക് എങ്ങനെ വീണ് നടക്കുന്നത്? അവർ നല്ല കാറിലൊക്കെ വന്ന് ഇറങ്ങുന്ന കണ്ടാൽ നമുക്ക് അതുപോലെ നായി നടന്നാൽ കൊള്ളാന്നൊക്കെ ആൾക്ക് തോന്നുന്ന രീതിയിലേ വന്ന് ഇറങ്ങുന്നത്. ഇത് ഇന്നത്തെ ലോകത്ത് സംഭവമല്ല, ഇത് നാളെ പരലോകത്ത് അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? ലാ യഖൂമൂന ഫിൽ ആഖിറതി മിൻ ഖുബൂരിഹിം ഇല്ലാ കമാ യഖൂമുല്ലദി യതഹബ്ബതു ശൈത്താനു മിനൽ മസ് യഅനി ബിദാലിക യതഹബ്ബലഹു ശൈത്താനു ഫിദ് ദുനിയാ ഫയസ്റഹു മിനൽ മസ് യഅനി അൽ ജുനൂൻ. അതാണ് തൊബരി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ നമുക്ക് ആധികാരികമായ തഫ്സീറെല്ലാം കാണാൻ സാധിക്കും. ഇത് ആഖിറത്തിലെ സംഭവമാണ്. ഖബറിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഈ അപസ്മാരം ഇളകി പിശാചുബാധ ബാധിച്ചവനെ പോലെയാണ് അവർ ഖബറിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞെന്താ, വീഴ്ത്തൂല്ല. അതാണ് തഫ്സീർ. പിന്നെ ഞാൻ നിങ്ങൾ നേരത്തെ കേൾപ്പിച്ചിരുന്നു അമാലുവിന്റെ പരിഭാഷ എന്താ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ജിന്നുബാധയുണ്ടോ? ജിന്നു ബാധിക്കും. വിശുദ്ധ ഖുർആൻ തെളിവാണ്.
ഹദീസുകൾ തെളിവാണ്. ഖുർജ് യാദുല്ല, ഇറങ്ങിപ്പോ അല്ലാഹുവിന്റെ ശത്രു. ആരോടാ പറഞ്ഞത്? അവിടെ നിന്ന് സഹാബിനോടാ പറഞ്ഞത്. അടിച്ചോണ്ടാ പറയുന്നത്, വ്യക്തിനെ അടിച്ചോണ്ടാ പറഞ്ഞത് ഖുർജ് യാദുല്ല എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ശബ്ദ പിശാചിനോടാണ് ആ കൽപ്പന എന്ന് പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിശാച് ബാധ എന്നുള്ളത് ഒരു സത്യമാണ്, അത് ബാധിക്കും. ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇത് ബാധിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് പിശാച് ബാധിച്ചു, പിശാച് ബാധ ഉണ്ടായി, എങ്ങനെ അറിയാം? ഇപ്പൊ ഒരു പുതിയൊരു ആശയം വന്നിട്ട് എന്താ അറിയോ, വഹീ മൂലം അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ള പിശാച് ബാധിച്ചു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വഹീ മൂലം മാത്രം അറിയുന്നൊരു കാര്യം സാധാരണ ജനത്തോ അല്ല പറയാ, എന്ത് പിശാച് ബാധിച്ചവനെ പോലെയാണ് പലിശ നടക്കുക എന്ന്. അപ്പൊ എന്ത് വേണം? നബിമാരിങ്ങനെ ഇറങ്ങണം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ നബി ഇറങ്ങണം, കാരണം നബി ഇറങ്ങിയില്ലെങ്കിൽ ആയത്ത് വ്യാഖ്യാനിക്കുക, നബിക്കല്ലേ വഹി കിട്ടുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പ്രയോഗമല്ലേ പിശാച് ബാധിച്ചവനെ പോലെ എന്നുള്ളത്. ഒരു സഹാബി മറിഞ്ഞു വീണ് കിടക്കുക. അപ്പൊ ആൾക്കാർ വന്ന് അർത്ഥം പറയാം, ഞാൻ പിശാച് ബാധിച്ചല്ലോ കേട്ടോ, ഞാൻ ഭക്ഷണം കഴിക്കാതെ മറിഞ്ഞു വീഴാണ്. അപ്പൊ എന്താ, ഒരാൾ ബോധം കെട്ട് കിടക്കുന്നപ്പോ പെട്ടെന്ന് പിശാച് ബാധിച്ചാണ് തെറ്റിദ്ധരിക്കുക വെച്ച് അദ്ദേഹം പറയാണ്, ഞാൻ വിശന്നിട്ട് ഭക്ഷണം കഴിക്കാതിട്ട് ഞാൻ വീണ് കിടക്കുകയാണെന്ന്. അപ്പോ ആർക്കും മനസ്സിലാകുന്ന സംഗതിയാണ്. പക്ഷെ എന്ത് വേണമെന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ഒരു ENT സ്പെഷ്യൽ അടുത്ത് പറയുമ്പോൾ ആ തൊണ്ടയിൽ ഇൻഫെക്ഷനാന്ന് പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കാറുണ്ടോ, ഡോക്ടർ അണുവിനെ കണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ എന്താ ആള് പറയാ, ചീട്ട് കീറിയത് നിങ്ങൾ പൈസ മടക്കി കൊടുത്തേക്കാൻ പറയാം അവിടെ കൗണ്ടറിൽ. കാരണം എന്താ, അണുവിനെ കണ്ടിട്ട് ഒരു തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ചികിത്സിക്കാൻ ഏത് ഡോക്ടറെ സാധിക്കും? കാരണം എന്താ, ഈ തൊണ്ടയിൽ നിന്ന് സ്വാബ് എടുത്ത് നമ്മളത് കൾച്ചർ ചെയ്യാൻ കൊടുത്ത് കൾച്ചറിന് റിപ്പോർട്ട് വന്ന് അതിനെ വീണ്ടും കൾച്ചർ ചെയ്തിട്ടൊക്കെയാണ് ഏതാണോ ഏത് ആന്റിബയോട്ടിക് അതിന് സെൻസിറ്റിവിറ്റി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ ഇൻഫെക്ഷൻ വേറെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ്, ഈ തൊണ്ടയിൽ അണുബാധ ഉണ്ടായ ചില ലക്ഷണങ്ങൾ ഉണ്ടാവും. ആ ലക്ഷണം ഇത് പഠിച്ച ആ ഡോക്ടർക്ക് അറിയാം, അതുകൊണ്ടല്ലേ മരുന്ന് എഴുതും. ഇത്രേ ഉള്ളൂ. എന്നതുപോലെ പിശാച് ബാധിച്ചാൽ അതിന്റെ ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് അത് പിന്നീട് ഇൻഷാ അല്ലാഹ് ട്രീറ്റ്മെന്റ് പറയുന്ന ഭാഗത്ത് പരാമർശിക്കാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് പിശാച് ബാധിക്കുന്നത് അത് നമ്മൾ അറിയണം. പിശാച് ബാധിക്കുന്നത്, ഇപ്പോ നമ്മളിപ്പോ ഇന്ന് മഞ്ചേരി അങ്ങാടിയിൽ ഒരുപാട് സ്ത്രീ പുരുഷന്മാരൊക്കെ വന്നു പോയി, ബസ്സിലും കാറിലും വന്നവരുണ്ട്, നടന്നു വന്നവരുണ്ട്, പല പ്രായത്തിൽ വന്നവരുണ്ട്, ഒരുപാട് യുവാക്കളൊക്കെ കണ്ട്. പക്ഷെ ഒരു ബലാത്സംഗവും ഇന്ന് മഞ്ചേരി അങ്ങാടി നടന്നായിട്ടൊന്നും റിപ്പോർട്ടില്ല. അതിനർത്ഥം എന്താ, ഇന്ന് മഞ്ചേരി അങ്ങാടി വന്ന പുരുഷന്മാർ സ്ത്രീകളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് എന്നാണോ അതിനർത്ഥം? എത്രയോ മോശപ്പെട്ട ആൾക്കാരെ കൂടെ. പക്ഷെ എന്താണ്, അവരുടെ ഉദ്ദേശം നടക്കൂല. ഇവിടെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ട് എന്ത് സാധ്യമല്ല, അത് അവന്റെ ഉദ്ദേശം നടക്കാത്തതുകൊണ്ടാണ്. എന്നതുപോലെ പടച്ചതമ്പനാണ് സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അദൃശ്യരായ ശക്തികൾക്ക് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റാത്തൊരു സംവിധാനം ഇവിടെ ഉണ്ട്. ആ സംവിധാനം തിരിച്ചറിഞ്ഞാല് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. അപ്പൊ എന്നാലും ബാധിക്കൂലേ? ബലാത്സംഗം നടക്കുന്നില്ലേ? കൂട്ടബലാത്സംഗം നടക്കുന്നില്ലേ? എന്നതുപോലെ പിശാചുബാധയൊക്കെ സംഭവിക്കുന്നിടക്ക് അതിന് ചില കാരണങ്ങളുണ്ട്. എന്താ കാരണം? പ്രധാനമായിട്ട് 3 കാരണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സ്നേഹം മൂലം. ഇപ്പൊ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടു, ഒരു ആൺ ജിന്നിന് താല്പര്യം തോന്നി, ചിലപ്പോൾ പ്രവേശിച്ചു. പിന്നെ രണ്ടാമത്തെ സംഗതി വെച്ചാൽ പ്രതികാരം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവനോ മുതലിനോ നഷ്ടം വരുത്തുക. നമ്മളെപ്പോലെ സമൂഹം അവർ ജീവിക്കുകയാണ്. അവർക്ക് കുട്ടികളുണ്ട്, അവർക്ക് വീടുകളുണ്ട്, അവർക്ക് അവരുടേതായ വസ്തുവകകളുണ്ട്. ഇത് ഏതെങ്കിലും നാശം വരുത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവർ നമ്മളെ ഉപദ്രവിക്കും. മൂന്നാമതെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹമോ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, പക്ഷേ നമ്മളിവിടെ വാടക ഗുണ്ടകളായിക്കൊല്ലോ, ഇന്ന ആളെ തല്ലിക്കൊല്ലണം, അല്ലെ ഇന്ന ആളെ കൈവെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകളെ പൈസ കൊടുത്ത് പറഞ്ഞേക്കൊല്ലോ എന്നതുവരെ സാഹറന്മാര് ജിന്നുകളായേക്കും ആളുകൾക്ക് ഉപദ്രവം ചെയ്യാനായിട്ട്. ആ വന്ന വ്യക്തിക്ക് ഇയാളോട് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല എന്നതുപോലെ തന്നെ ഈ ജിന്നിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. എന്നാൽ ആ ജിന്ന് ഈ സാഹിർ പറഞ്ഞ ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഉപദ്രവിക്കും, സിഹിർ മൂലം. ഇങ്ങനെ 3 തരത്തിലാണ് ആളുകളെ പിശാചുക്കൾ ബാധിക്കുന്നത്. ഇനി എല്ലായ്പ്പോഴും അങ്ങ് ബാധിക്കാൻ പറ്റുമോ? അങ്ങനെ ബാധിക്കില്ല. ഇനി ഒരാളെ ബാധിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ജിന്ന് വരികയാണ്, അങ്ങനെ നേരെ കയറി ബാധിക്കാൻ പറ്റുമോ? സാധ്യമല്ല. ചില ജിന്നുകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ എന്ന് പറയുന്ന ഉദാഹരണമായിട്ട് ശക്തമായി പേടിച്ചൊരവസ്ഥ, അല്ലെ ശക്തമായി കോപിച്ചൊരവസ്ഥ, അല്ലെങ്കിൽ വികാരം പൊട്ടിപ്പുറപ്പെടുന്ന അവസ്ഥ. വികാരം പൊട്ടിപ്പുറന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈംഗിക വികാരം എന്ന് മാത്രം കാണരുത്, പൊതുവെ മനുഷ്യ വികാരങ്ങൾ. ഉദാഹരണമായിട്ട്
ഒരാൾ മോഷണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അയാൾ വന്ന് ആരും ഇല്ല എന്നൊക്കെ അറിഞ്ഞ് പതുക്കെ ഇങ്ങനെ മതിൽ ചവിട്ടി കയറി പതുക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാല് വെച്ചടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പട്ടി ഇങ്ങനെ ചാടി കുറച്ചുകൊണ്ടെങ്കിൽ വരുന്ന സമയത്ത് ആ സമയത്ത് ഒരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ പിന്നെ ഉള്ള സമയങ്ങൾ. അതുപോലെ തന്നെ ശക്തമായ അശ്രദ്ധ, തീരെ അലസത, തീരെ ശ്രദ്ധിക്കാത്ത അവസ്ഥകൾ, ഇങ്ങനെയുള്ള മനുഷ്യന്റെ ആത്മാവിൽ വരുന്ന ചില ദൗർബല്യ അവസ്ഥകളിലാണ് പിശാചിനെ പ്രവേശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഒരു പിശാച് സിഹർ മൂലം ഒരാളെ ഉപദ്രവിക്കാൻ അയച്ചാൽ പോലും ആ സിഹർ മൂലം അയച്ചാൽ പോലും ആ പിശാച് ചിലപ്പോൾ ഇങ്ങനെ പിന്നാലെ നടക്കും ഒരു ചാൻസിന് വേണ്ടിയിട്ട്. സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, ഈ എഴുതിയൊക്കെ 10 കൊല്ലം മുമ്പുള്ളതാട്ടോ. 10 കൊല്ലം മുമ്പുള്ള എന്ന് വെച്ചാൽ എനിക്ക് എഴുതത് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രേഖകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല, എന്നാൽ പിന്നെ ചർച്ച ചെയ്യണം എന്നൊക്കെ ഉള്ള അങ്ങനത്തെ മാറ്റങ്ങളോ തിരുത്തുന്ന ആവശ്യമില്ല. ഇത് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച ആധികാരികമായി അംഗീകരിക്കപ്പെട്ട ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ശരീരത്തെ പ്രവേശിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ശരീരത്തെ ഏത് ഭാഗത്തൂടെ പ്രവേശിക്കാൻ പറ്റും? സാധാരണ പ്രവേശിക്കുന്ന കാലിലൂടെയാണ്. അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലിന് തരിപ്പ് പോലെയൊക്കെ വന്നിട്ട് ഒരു തലയിലും ബോധവിഷയങ്ങൾ ചില ആളുകൾ ബോധം കെട്ട് വീഴും. പലപ്പോഴും ഈ ആളുകൾ പറയും ഇങ്ങനെ ഒരു ബോധക്കേടുണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ അവരോട് ചോദിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ അവർ പറയുന്നത് സാധിക്കും. അത് ചില സമയത്ത് തൊണ്ടയിലൂടെ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിച്ചാൽ പെട്ടെന്ന് ഒരു അമ്പ് വന്ന് തറക്കുന്നത് പോലെ അനുഭവം അയാൾക്ക് ഉണ്ടാകും. ഇനി ചില ആളുകൾ വിചാരിക്കും ഇതിപ്പോ എങ്ങനെ ഇങ്ങനെ ബാധിക്കാൻ സാധിക്കുക? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഓക്സിജൻ സിലിണ്ടറിൽ നമ്മൾ ആശുപത്രി ശ്വസിക്കാൻ വെച്ചിട്ടുണ്ടാവും. ഈ ഓക്സിജൻ സിലിണ്ടർ ഇങ്ങനെ ഓക്സിജൻ ശരീരത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. ഓക്സിജൻ പദാർത്ഥമാണ്, അതിനകത്ത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ പദാർത്ഥമാണത്. അത് വാതക രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പദാർത്ഥമല്ലാത്ത ജിന്നുകൾക്ക് ഈ ഓക്സിജൻ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കാൻ സാധിക്കും. എവിടെയെങ്കിലും ദേഹം ബാധിച്ചാൽ അവിടെ നീല കളർ വരും. നമുക്കറിയാം, ഓക്സിജൻ ലേശം എത്തിയില്ല, കുറച്ചു നേരം ശ്വാസം കിട്ടില്ല, ശരീരം നീല കളറാവും. അപ്പോൾ ശരീരത്തിൽ ഓക്സിജൻ കൊണ്ടാണ് ഇപ്പം ഈ ചുവന്ന കളറുള്ളത്, അല്ലെങ്കിൽ നീല കളറില്ലാത്തത്. അപ്പം നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഈ ഓക്സിജൻ വ്യാപിക്കാൻ സാധിക്കും. എന്നാൽ ഓക്സിജനെക്കാളും സുതാര്യമാണ്. കാരണം എന്താ? ഇത് പദാർത്ഥമേ അല്ല, ജിന്നെന്ന് പറഞ്ഞ പദാർത്ഥമേ അല്ല. അതുകൊണ്ട് ഇപ്പൊ ഇലക്ട്രിസിറ്റി കമ്പി കൂടെ കടന്നു പോകുന്നില്ലേ, അതിനേക്കാൾ എളുപ്പമാണ് ജിന്നിന് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ. ചിലപ്പോൾ ഒരു ജിന്ന് പ്രവേശിക്കും, ചിലപ്പോ ഒന്നിലധികം ജിന്ന് പ്രവേശിക്കും, ചിലപ്പോൾ ഗർഭിണിയായ ജിന്ന് പ്രവേശിച്ചിട്ട് പ്രസവം എല്ലാം ആ ബോഡിയിൽ തന്നെയായിരിക്കും. ഇതെല്ലാം സംഭവിക്കാറുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അങ്ങനെ പ്രവേശിച്ച ജിന്ന് സാധാരണ ചിലപ്പോൾ നെഞ്ചിലായിരിക്കും അവൻ കേന്ദ്രീകരിക്കുക, ചിലപ്പോൾ തലയിലായിരിക്കും. ഇതനുസരിച്ച് അവന്റെ ലക്ഷണങ്ങൾ വ്യത്യാസം വരും. ചിലപ്പോൾ എപ്പോഴും നെഞ്ചിനൊരു ഇറുക്കവും ഞെരുക്കവും പ്രയാസവും, അല്ലെങ്കിൽ ശക്തമായ തലവേദന, അല്ലെങ്കിൽ ചിലപ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിന് ആ ഭാഗത്ത് വേദന, ഇങ്ങനെ പല രീതിയിൽ. ചിലപ്പോൾ ഗർഭാശയത്തിലായിരിക്കും പ്രവേശിക്കുക, ഗർഭാശയത്തിലായിരിക്കും താമസിക്കുക, ഗർഭസ്ഥ ശിശുവിനെ എടുത്ത് പുറത്തേക്ക് ഇടും. നമ്മൾ അബോർഷൻ എന്ന് പറയും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, പെണ്ണിനും കുഴപ്പമില്ല, ആണിനും കുഴപ്പമില്ല, ടെസ്റ്റൊക്കെ നോർമൽ, ഹോർമോണൊക്കെ നോർമൽ, പക്ഷേ ഗർഭം ഇങ്ങനെ അലസിക്കൊണ്ടിരിക്കും. അതുപോലെ ചിലപ്പോൾ നടുവിലാണ് താമസിക്കുന്നത്, ചിലപ്പോൾ തീർച്ച നടുവേദന ഉണ്ടാവും. സ്കാൻ ചെയ്യുമ്പോഴും എക്സ്റേ എടുക്കുമ്പോഴൊന്നും ഒന്നും കാണില്ല. ഇങ്ങനെ പല രീതിയിൽ കാണാൻ സാധിക്കും. ചിലപ്പോ ഈ ജിന്ന് പൂർണ്ണമായിട്ട് ഇവന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അപ്പോഴാണ് ഇവർ അന്തം വിട്ടവനെ പോലെ ഇങ്ങനെ ഭ്രാന്തനായിട്ട് അലഞ്ഞെടുക്കുന്നത്. ചിലപ്പോ ഭാഗികമായിട്ടായിരിക്കും നിയന്ത്രണം ഏറ്റെടുക്കുക. അപ്പൊ അവൻ ചില ഒസ്വാസ്, ടെൻഷൻ, ആങ്സൈറ്റി, ഫോബിയ, മാനിയ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള സ്വഭാവങ്ങളുമായിട്ട് അവൻ ജീവിക്കുന്നത് കാണാൻ സാധിക്കും. ചില സമയത്ത് എന്തുണ്ടാവും, ഒരു സ്ഥലത്ത് ഉള്ള ജിന്ന് ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറും. പ്രത്യേകം നമ്മൾ ചികിത്സാ സമയത്ത് കാണാൻ സാധിക്കും. ഇവിടെയാ വേദന എന്ന് പറയും, കുറച്ച് ഓതി കഴിയുമ്പോൾ കാണാം ഇപ്പൊ വേദന ഇവിടെയാന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ അല്ല വേദന ഇങ്ങോട്ട് മാറി എന്ന് പറയും. ഇങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ജിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. നമ്മൾ ചികിത്സ സമയത്ത് ജിന്ന് ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ ആ ഒഴിഞ്ഞു പോകുന്ന അവയവം ഇങ്ങനെ വരച്ച് വെച്ച് കുടഞ്ഞിട്ടാണ് അങ്ങ് പോയി ആളിങ്ങനെ ബോധം കെട്ട പോലെ കിടക്കും. അങ്ങനെ നമുക്കത് പോയി എന്നുള്ള ചില ലക്ഷണങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ജിന്ന് ശരീരത്തിൽ പ്രവേശിച്ചാൽ എന്താ പ്രയോജനം? ജിന്നിന് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതികാരം ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ കൊല്ലാനായിരിക്കും അവൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച്, ചിലപ്പോൾ കൊന്നെന്നിരിക്കും. ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യുക, ഒരു കാരണമില്ല. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, മണ്ണെണ്ണൊഴിച്ച് തീ കൊടുത്തു. എന്തിനാ മോളെ നീ എനിക്കറിയില്ല ഇക്കാന്നാ പറഞ്ഞ. അറിയില്ല എന്തിനോ. ഒരു സ്ത്രീ കൊച്ചിനടുത്ത് കിണറ്റിലേക്ക് ഇട്ടു. എന്തിനാ നീ കിണറ്റിൽ? അയ്യോ ഞാൻ പിടിച്ചതാണ് സ്ത്രീ പറയുന്നത്, ഞാൻ പിടിച്ചതാണ് കൊച്ചിനെ വീഴാൻ പോയപ്പോൾ. പക്ഷെ കൊച്ചിനെ എടുത്തെറിയുന്ന ആളുകൾ കണ്ടതാണ്. ഈ രീതിയിൽ ഒരു കൊച്ചിനെ ഉണ്ട് മുറിച്ച് പ്ലേറ്റിൽ വെച്ചിങ്ങനെ കഷ്ണമായിട്ട്. എന്താ ചോദിച്ചപ്പോൾ അതൊരു വലിയ മത്സ്യമായിട്ടാണ് ആ സ്ത്രീക്ക് തോന്നിയത്. മത്സ്യം പിന്നെ മുറിച്ച് കറി വെക്കാനല്ലേ പറ്റുള്ളൂ. ഈ രീതിയിൽ പല രീതിയിലാണ് ഇവരുടെ ബോധമണ്ഡലത്തെ സ്വാധീനിച്ച് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ
ഈ ജിന്ന് ചിലപ്പോൾ പ്രതികാരം ചെയ്യാനായിരിക്കും എന്റെ ശരീരത്തിൽ പ്രവേശിക്കുക. കാരണം അവന്റെ വസ്തുക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിന്റെ കുഞ്ഞിനെ കൊല്ലുവോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഇയാളുടെ പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് അവർ താമസിക്കുന്ന ഒരു കുളം അതങ്ങ് നികത്തി, നമ്മൾ ഇത്തിരി മണ്ണിട്ടിട്ട് സ്ഥലമൊന്ന് വികസിപ്പിക്കാൻ തീരുമാനിച്ചു, കുളം നികത്തി കളഞ്ഞു, അവർ വാസസ്ഥലം നശിപ്പിച്ചു, അവർ ഉപദ്രവിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി മൂലം ഇവിടെ തേങ്ങാ തല വീണ്ടും മേശവലിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാരണം അതൊക്കെ ഇവിടെ പല ആൾക്കാരും CD-കളായിട്ടും ക്ലിപ്പിങ്ങുകളായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അതൊക്കെ പരാമർശിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പരാമർശിക്കാം. ഇനി മറ്റൊന്ന്, ഇനി ഉപദ്രവിക്കാനല്ല പ്രവേശിച്ചെങ്കിൽ ജിന്നിനുള്ള മെച്ചം എന്ന് വെച്ചാൽ ഈ ആളുടെ കൂടെ കൂടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, ലൈംഗിക ആസ്വാദനം, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജിന്ന് മനുഷ്യൻ ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി കൂടുതൽ ബാധയേൽക്കുന്ന സ്ത്രീകൾക്കാണ്. അതെന്തുകൊണ്ടാണ് കൂടുതൽ ബാധയേൽക്കുന്നത്? ഒന്ന്, ഭൂരിപക്ഷം സ്ത്രീകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവര് ആത്മീയമായി ദൗർബല്യമുള്ളവരാണ്. പെട്ടെന്ന് പേടിക്കുന്ന, പെട്ടെന്ന് കോപിക്കുന്ന, പെട്ടെന്ന് പ്രയാസങ്ങൾ വരുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് അവരുടെ ആത്മാവിന് പിശാചിന്റെ പ്രവർത്തനം കൂടുതൽ സാധ്യതയുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സൗന്ദര്യമുള്ള സ്ത്രീകളെ പുരുഷ ജിന്നുകൾ ആകർഷിച്ച് അവർ പ്രവേശിക്കും. ഇപ്പൊ നമുക്കറിയാലോ, മനുഷ്യരുടെ തന്നെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ പിന്നാലെ ചിലപ്പോൾ ആണുങ്ങൾ പോകണം കാണാൻ സാധിക്കും. എന്നാൽ സൗന്ദര്യം ആണുങ്ങൾ പിന്നാലെ ഇങ്ങനെ പെണ്ണുങ്ങൾ പോകണം നമ്മൾ കാണാറുണ്ടോ? നമ്മൾ തിരിച്ചാ സാധനങ്ങൾ എന്നതുപോലെ തന്നെ പുരുഷന്മാരാണ് കൂടുതൽ ഈ തെറ്റായ കാര്യങ്ങൾക്ക് പോകാറ്. അതുകൊണ്ട് സ്ത്രീകളെ കൂടുതൽ ബാധിക്കുന്ന ഒരു അവസരം ഉണ്ടാവാറുണ്ട്. പിന്നെ മാത്രമല്ല, ഈ വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ, കക്കൂസ്, കുളിമുറിയൊക്കെ എപ്പോഴും അടിച്ചു വാരലും അതുപോലത്തെ കാര്യങ്ങളും എല്ലാം സ്ത്രീകളാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ കൂടുതൽ ബാധിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സ്നേഹം മൂലമാകുമ്പോൾ ഓപ്പോസിറ്റ് സെക്സ് ആണ് ബാധിക്കുക. സ്ത്രീയെ പുരുഷ ജിന്നാണ് ബാധിക്കുക, അല്ലെ പുരുഷനെ സ്ത്രീ ജിന്നാണ് ബാധിക്കുക. എന്നാൽ പ്രതികാരമാകുമ്പോൾ അവൻ ആണും പെണ്ണും നോക്കൂല, ആ വ്യത്യാസമില്ലാതെ തന്നെ ബാധിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുസ്ലിം ജിന്നുകൾ ബാധിക്കാറുണ്ടോ? നമുക്ക് ചികിത്സയിലൊക്കെ കാണാൻ സാധിക്കും. സാധാരണയായി ബാധയിലും സിഹറിലും ഒക്കെ കാഫിർ ജിന്നുകളാണ് ബന്ധപ്പെടുന്നത് കാണാൻ സാധിക്കും. നമുക്കറിയാലോ, ഇപ്പൊ ഇവിടെ ഒരു പിന്നെ ഗുണ്ടാസംഘത്തിനെ ഗുണ്ടാസംഘത്തിലേക്ക് ആളെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഡോക്ടർമാരെ എഞ്ചിനീയർമാരൊക്കെ തെരഞ്ഞെടുക്കുക. അങ്ങനെയല്ല, സാധാരണ മോശമായ ആൾക്കാരാണ് അതിനൊക്കെ തയ്യാറാകുക. എന്നതുപോലെ കാഫിർ ജിന്നുകളാണ് ഇതിനു വേണ്ടിയിട്ട് ബാധയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്, ശരീരത്തിന് രോഗങ്ങൾ, മനസ്സിന് രോഗങ്ങൾ, ശരീരത്തിന് രോഗങ്ങൾ, സമ്പത്തിൽ നഷ്ടം, വസ്തുവകളുടെ നഷ്ടം, തൊഴിൽ പ്രശ്നങ്ങൾ, കച്ചവട ഇടപാടുകൾ പ്രശ്നങ്ങൾ, പരസ്പര ബന്ധത്തിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കിപ്പോ ഈ വിഷയം പഠിക്കേണ്ടതുണ്ടോ, മനസ്സിലാക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ബ്ലഡ് ക്യാൻസർ ഉള്ള രോഗിയെ സംബന്ധിച്ചോളം ബ്ലഡ് ക്യാൻസറെ കുറിച്ച് അതിന്റെ ചികിത്സയൊക്കെ അന്വേഷിക്കൽ വളരെ ആവശ്യമാണ്. പക്ഷെ ബ്ലഡ് ക്യാൻസർ ഇല്ലാത്ത ഒരാൾക്ക് പറയാം, അതിപ്പോ പഠിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. എന്നതുപോലെ ഇത് ബാധിച്ചവനാണ് ഇതിന്റെ വിഷയം അറിയുക. ഇത് ബാധിച്ചവൻ. ഇനി നമ്മൾ പല ആളുകളും പറയാറുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ തെറ്റായ ഇതിനൊന്നും പോകാറില്ല എന്നെല്ലാം പറയും. പലപ്പോഴും എൻ്റെ ഇതുവരെയുള്ള ചികിത്സയിൽ സാധാരണയുള്ള രോഗികളൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ബന്ധപ്പെട്ട ആൾ. കാരണം എനിക്ക് ആ പ്രസ്ഥാനമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. ആകെ ഒരു സുന്നി മുസ്ലിയാർ അയച്ച ഒരു രോഗി എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം ഞാനൊരിക്കൽ ബസ്സിൽ ഇങ്ങനെ പുസ്തകം വായിച്ചു പോകുമ്പോൾ ഒരു സുന്നി മുസ്ലിയാർ ഇത് കണ്ടു ഈ പുസ്തകം. അപ്പൊ ഇദ്ദേഹത്തിന് താല്പര്യം വിഷയം സംസാരിക്കും. അയാളുടെ കെയർ ഓഫിൽ പിന്നെ ഷൊർണൂർ എന്നൊരു രോഗി വന്നിരുന്നു. ബാക്കിയെല്ലാം ഏതെങ്കിലും മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞിട്ടാണ് വരാറുള്ളത്. പക്ഷേ ഈ വന്ന മിക്ക ആളുകളുടെ ശരീരത്തും ഞാൻ ഏലേസും നൂലും അഴിച്ചിട്ടുണ്ട്. കാരണം ഇവർ വാൾപോസ്റ്റ് ഒട്ടിക്കാൻ പോകുമ്പോൾ ഇവിടെ ഇവർ പോകുന്നത് തങ്ങളുടെ അടുത്തേക്കാണ്, അതറിയുന്നില്ല എന്ന് മാത്രം. പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ സലാം മോങ്ങവുമായി ഒരു വീട്ടിൽ പോയി, മോങ്ങത്തുള്ള വീട്ടിൽ 1 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. അവിടുത്തെ ലോക്കൽ മുജാഹിദ് നേതാവിന്റെ മകളുടെ കയ്യിൽ നമ്പൂരി കെട്ടിയ ചരടിരിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. ഇത് അഴിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് ഹലാലായ ചികിത്സ തരാമെന്നും പറഞ്ഞു. പക്ഷെ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഞങ്ങൾ നിരാശരായി മടങ്ങി പോരെ. നിങ്ങൾക്ക് സലാം സുലൈമീൻ പിന്നെ അബ്ദുസലാം മോങ്ങത്തിന്റെ നമ്പർ ചോദിച്ചാൽ കിട്ടും, ചോദിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. ഞാൻ ആരെയും ഇകഴ്ത്താൻ പറയുന്നതല്ല, ഇതാണ് ഇതിന്റെ റിയാലിറ്റി. വിഷയം വരുന്ന സമയത്ത് ഈ വിശ്വാസവും ആദർശവും ഒന്നും ആൾക്ക് ഉണ്ടാവില്ല. സ്വന്തം ഭാര്യ ഉടുതുണിയില്ലാതെ നടുറോട്ടിലൂടെ ഓടുന്ന സമയത്ത് ആ ഭർത്താവിനുള്ള വികാരം നമ്മൾ മനസ്സിലാക്കണം. അവൻ തോന്നുന്നത് എങ്ങനെ ഈ നാണക്കേട് രക്ഷപ്പെടാവുന്ന, അപസ്മാരം ഇളകിയിട്ട് വായിൽ സ്പൂണൊക്കെ വെച്ചു കൊടുത്തത് അതും സ്പൂണും കൂടെ കടിച്ചു മുറിച്ച് നാക്കെല്ലാം കഷ്ണമായി പുറത്തേക്ക് തള്ളുമ്പോ ഓക്സിജൻ കിട്ടാതെ ശ്വാസം കിട്ടാതെ വലയുന്ന സമയത്ത് ഇതിനെന്ത് പരിഹാരമെന്നാണ് നോക്കുന്നത്? മുജാഹിദ് മിമ്പറുകളിൽ നിന്ന് കുത്തുപറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിന് 3 മക്കളും ഭ്രാന്ത് പിടിച്ച സമയത്ത് കോഴിക്കോടുള്ള ഒരു ഡോക്ടർ അവസാനം കൊടുത്ത നമ്പർ ഒരു മുസ്ലിയാരുടെ നമ്പറാണ്.
അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞു. എന്നാലും മൗലവി ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം ആ മുസ്ലിയാരെടുത്ത് പോയി. ആ മുസ്ലിയാരെടുത്ത് പോയി ചരട് കൊണ്ടുവന്ന് കെട്ടി 3 മക്കളും രോഗം ശിഫയായി. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കുറ്റബോധം, ആ കുറ്റബോധം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞു. ഇന്ന് തിരൂര് ഒരു സൈക്കാട്രി സെന്ററിൽ ഇന്നും ആ പെൺകുട്ടികൾ ഭ്രാന്തികളായിട്ട് കഴിയുന്നുണ്ട്. എന്റെ അറിവിൽ പെട്ട സമയത്ത് അങ്ങനെയായിരുന്നു. ഇന്നത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും 1 കൊല്ലം 2 കൊല്ലം മുമ്പേക്ക് ഇതായിരുന്ന അവസ്ഥ. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇതൊരു പരീക്ഷണമാണ്, ശക്തമായ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ നാം പതറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് ആ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു കുഴക്കിണറിന്റെ ഉള്ളിൽ പോയി കിടക്കുന്ന വ്യക്തിയുടെ വികാരം അറിയാൻ പുറത്തുനിന്ന് ഓക്സിജൻ ട്യൂബ് ഇട്ട് കൊടുക്കുന്ന ഒരു ബോധ്യമാവില്ല. ആ കുഴക്കിണറിന്റെ ആഴത്തിൽ ഇരുന്ന് പ്രയാസപ്പെടുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്താണ് ആ പ്രയാസം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ഈ വിഷയം, ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് നമുക്ക് സമാധാനം കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ ഹറാമായ മാർഗങ്ങൾ തേടിപ്പോകും. അതിന് കുറച്ച് നമ്മളുകൾ ഉത്തരവാദികളാകും. നിങ്ങൾക്കറിയുമോ, ജിദ്ദയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞിട്ട് വാപ്പയോ ഉമ്മയോ ഉറക്കമൊഴിഞ്ഞിരിക്കും മാന്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഖുർആൻ ഓതി നോക്കി. പക്ഷേ അതുകൊണ്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം അവസാനം ഈ ബഹുമാനനായ ഹിഫ്സുർ റഹ്മാൻ സാഹിബിന്റെ അടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം ഓതി കഴിഞ്ഞപ്പോൾ കുട്ടി ജപ്പാൻ ജിന്നാണ് കുട്ടിയെ ബാധിച്ചിരിക്കുന്നത് മനസ്സിലായി. നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും. അപ്പൊ ഇത് പരീക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്ത്, നെറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയിലുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ചു. കുട്ടി അർത്ഥം പറഞ്ഞു. ഇന്ന് വരെ ആ കുട്ടി ജപ്പാൻ ഭാഷ പഠിച്ചിട്ടില്ല, ഒരു ലിപി പോലും കുട്ടി പഠിച്ചിട്ടില്ല. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ പ്രയാസം അയാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ നടക്കാൻ വയ്യാത്ത ഒരു സ്ത്രീയെ ഖുർആൻ ഓതി ചികിത്സിച്ച് അവസാനം ഖുർആൻ ഓതി ഒരു അരമണിക്കൂർ ഓതിയപ്പോൾ രോഗി നടന്നു. എത്രയോ മാസങ്ങളെ നടക്കാത്ത സ്ത്രീ സുഖമായി നടക്കുന്നു, കൈ വടിയില്ലാതെ. ഇത് കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ ഇത് ഇന്ന സത്യമാണെന്നുള്ളത്. നമ്മൾ ഒരു ബസ്സിൽ കയറി അത് മഞ്ചേരി അങ്ങാടി വന്ന് ഇറങ്ങിയെങ്കിൽ ഇത് മഞ്ചേരിക്കുള്ള ബസ്സാണെന്നെങ്കിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കണ്ടേ. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഖുർആൻ കൃത്യമായി കേൾക്കണം, നിങ്ങൾ ഓതി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ഖുർആൻ കാസറ്റ്, ഇവിടെ കാസറ്റ് ചികിത്സ വിമർശിക്കുന്നവരുണ്ട്. ലോകത്തിൽ ഏത് പണ്ഡിതാ പറഞ്ഞ കാസറ്റ് ചികിത്സ ഹറാമാണെന്നുള്ളത്? കാസറ്റ് റുക്കിയക്ക് പകരമാവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. റുക്കിയ ചെയ്യുന്നതിന്റെ പകരമാവില്ല. എന്നാൽ വിശുദ്ധ ഖുർആന്റെ കാസറ്റ് നിങ്ങൾ വീട്ടിൽ വെച്ച് കേൾക്കുന്നതിന് ഗുണമില്ലേ? ഇല്ലെങ്കിൽ എന്തിനാ ഖുർആൻ സീഡിയാക്കി നിങ്ങൾ കേൾക്കുന്നത്? അതേ ഗുണം കിട്ടും. പക്ഷെ റുക്കിയ ചെയ്യുന്ന അത്ര ഗുണം കിട്ടൂല, അത്രേ ഉള്ളൂ. ഒരു വ്യക്തി ഓതി അയാൾ ഊതുന്ന അത്ര ഗുണം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ അദ്ദേഹത്തിന് ഖുർആൻ കാസറ്റ് കൊടുത്തു പോന്നു. അടുത്ത വർഷം ഞാൻ വന്നപ്പോ കണ്ടു ആ രോഗി തൃപ്പൂണിത്തറ ഒഴിയാൻ വേണ്ടി കിടക്കുന്നുണ്ട്, തൃപ്പൂണിത്തറ ആയുർവേദ ഹോസ്പിറ്റലിൽ. എന്തേ കാര്യം? ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന് മനസ്സിൽ ഏൽപ്പിച്ച വിശ്വാസമാണ്. കാരണം എന്താ, ഇത് ബാധിക്കൂല, അത് കണ്ട സത്യം അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ള പിന്നെ ഈ പരാമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ സഹോദരന്മാരെ, പിന്നെ ഒരുപാട് രോഗങ്ങൾ, ശക്തമായ ഭയം, മാനസിക രോഗങ്ങൾ, നാഡീ സംബന്ധമായ രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ, ഇതൊന്നും ചികിത്സിച്ചാൽ മാറുന്ന രോഗങ്ങളല്ല. വൈദ്യശാസ്ത്രം ചികിത്സിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള രോഗങ്ങൾ. അവർ തോന്നലുകൾ, നിങ്ങൾ തോന്നൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും, ഇപ്പൊ ഇന്ന് ഒരാൾ പറഞ്ഞ സംഗതിയാണ്, അദ്ദേഹം ഓരോ ചോറ് പിറക്കിയാണ് തിന്നുള്ളൂ, ഓരോ ചോറ്. കാരണം എന്താ, അയാളുടെ വിചാരം എന്ന് വെച്ചാൽ ഇത് അന്നനാളം ശ്വാസനാളം കൂടെ അടുത്തടുത്താണുള്ളത്, വല്ലതും ഒന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപകടമല്ലേ എന്ന് വെച്ചാൽ ഇയാൾ ഓരോ ചോറെടുത്ത് ഇങ്ങനെ ഭക്ഷിക്കുള്ളൂ. അപ്പോ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഈ അനാറ്റമി കാണിച്ചു കൊടുത്തിട്ട് ശ്വാസം അന്നനാളം കാണിച്ചു കൊടുത്തു. അയാൾ ഞെട്ടിപ്പോയി. കാരണം അറിയോ, ഉദ്ദേശിച്ചതിനേക്കാൾ അടുത്താണുള്ളത്. കാരണം പടം കണ്ടപ്പോ മനസ്സിലായത് അയാൾ ഉദ്ദേശിച്ചതിനേക്കാൾ ചേർന്നായിരിക്കുന്നത്. പ്രശ്നം ഗുരുതരായി. ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? ഈ തോന്നലുകള്. മറ്റൊരു സഹോദരൻ പറഞ്ഞതാ, അദ്ദേഹത്തിന് എന്താ വെച്ചാൽ തല നീണ്ടു പോകുന്നതായിട്ട് അദ്ദേഹം തോന്നുന്നത്. അദ്ദേഹം ഗ്യാസും കുറ്റി നില വെച്ചാണ് നടക്കുന്നത്. എന്ത് ചെയ്യാ? കാരണം ഗ്യാസ് കുറ്റി വെച്ചെങ്കിലും അതൊന്ന് താഴ്ത്തി കൊണ്ടു നടക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. എത്ര കഥകളാണുള്ളത്. ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വരെ ഡോറിന്റെ ചുവട്ടിൽ കാവലിരിക്കുന്ന എത്ര ആളുകൾ നിങ്ങൾക്കറിയാവോ? ഡോർ അടച്ചില്ല, അടച്ചിട്ടുണ്ട്. ഞാനല്ലേ ഇപ്പൊ അടച്ചത്, ടോർച്ചുണ്ട്, അടച്ചിട്ടുണ്ട്, ഇല്ല, ഉണ്ട്. നേരം വെളുക്കുന്നവരെ ഡോറിന്റെ ചുവട്ടിൽ അദ്ദേഹം. ഈ തരത്തിൽ എത്രയോ രോഗികളാണുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ പരസ്പര ശത്രുത, വേർപിരിയൽ. നിങ്ങൾക്കറിയുമോ, ഒരേ ഒരു മകനുണ്ടായിട്ട് ആ മകനെ ജീവിതത്തിൽ ഒരിക്കൽ കാണാൻ വേണ്ടി കൊതിക്കുന്ന എത്ര മാതാപിതാക്കൾ നിങ്ങൾക്കറിയോ? ആ മകൻ പിരിഞ്ഞുപോയി, വാപ്പാനെ കാണാൻ യാതൊരു താല്പര്യമില്ല. ഒരിക്കൽ ഒരു സ്ത്രീ എന്നെ വിളിച്ചു, ഫോൺ ചെയ്ത് ചോദിച്ചു,
അവര് സൗദി അറേബ്യയിലായിരുന്നു. അവിടെ നിന്ന് ഭർത്താവ് കയറ്റിവിട്ടു, നാട്ടിലേക്ക് കയറ്റിവിട്ടു. ഒരു മകനേ ഉള്ളൂ. ആ മകനെ ഡോക്ടറാക്കണം എന്ന് ആഗ്രഹം. അവസാനം MBBS സീറ്റ് കിട്ടാറായപ്പോ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, മോനിങ്ങനെ MBBS എടുക്കണം, അത് നീ വീട് വിറ്റ് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മാത്രമല്ല, അവസാനം ആ ഭാര്യയുടെ ഫോൺ പോലും എടുക്കാത്ത രീതിയിൽ അവരെ മറന്നു കളഞ്ഞൊരു ഭർത്താവ്, അവർക്ക് വേണ്ടി ദാഹിക്കുന്ന ഭാര്യ, ആ കുഞ്ഞ്, ഇങ്ങനെ എത്ര സംഭവങ്ങളാണുള്ളത്. എന്നിട്ട് ആ സ്ത്രീ എന്നോട് ചോദിക്കുക, ഇവിടെ നിന്ന് എന്തെങ്കിലും അയാൾക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടാ ഈ ചികിത്സയെ കുറിച്ച്. അവരെവിടെന്നോ കിട്ടിയ ഫോൺ നമ്പർ വെച്ച് വിളിച്ചു ചോദിക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റുമോ അയാളുടെ മനസ്സ് മാറാൻ? ഈ തരത്തിലുള്ള വേർപാടുകൾ, മനസ്സ് വേർപെടുക, ഇതുപോലത്തെ സംഭവങ്ങൾ. അതുപോലെ സ്ത്രീ രോഗങ്ങൾ, ഗർഭധാരണം നടക്കാതിരിക്കുക, ആർത്തവം, തുടർച്ചയായ ആർത്തവം. അപ്പൊ തുടർച്ചയായ ആവർത്തവം സ്ത്രീക്കുണ്ടായാൽ എന്താ പ്രയാസം ആ സ്ത്രീക്ക് മനസ്സിലാവുള്ളൂ. ഒരിക്കൽ തമിഴ്നാട്ടിൽ നിന്നും ഒരു രോഗി എൻ്റെ അടുത്ത്, കായൽപട്ടണത്ത് നിന്ന്, അവർ വർഷങ്ങളായിട്ട് അവർക്ക് ബ്ലീഡിംഗ് ആണ്. തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു നോക്കി, അവസാനം അതൊന്നും സാധിച്ച് ഫലമായില്ല. ഞാനീ പറയുന്നത് ഇത് അള്ളാഹുവിന്റെ വചനത്തിന്റെ ഗൗരവമാണ്, ഞാനെന്ന വ്യക്തിയുടെ അല്ല, ഏതെങ്കിലും വ്യക്തിയെ കൊണ്ടല്ല ചികിത്സ. ഇതെല്ലാം സബബുകളാണ്, റുക്കിയ സബബാണ്, ചികിത്സിക്കുന്ന അള്ളാഹുവാണ് ശിഫ നൽകുന്നത്. ഒരു ദിവസം മാത്രം ആ ഖുർആൻ ഓതിക്കഴിഞ്ഞപ്പോ ആ സ്ത്രീക്ക് ശിഫയായി മാറി, ആ ബ്ലീഡിങ് നിന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സേലത്ത് ആശുപത്രി ഒരു വശം തളർന്നു കിടന്ന മനുഷ്യൻ, ആ മനുഷ്യനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്, അവിടെ എഴുതി കൊടുത്ത് ഈ രോഗിക്കെന്ന് സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് എഴുതി കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അരമണിക്കൂർ ഖുർആൻ അയാൾ എഴുന്നേറ്റ് പോയി. ഇതുപോലെ എത്ര സംഭവം കൊണ്ടെന്നറിയോ? അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾ, ഇത് വൈദ്യശാസ്ത്രം ചികിത്സിക്കാൻ സാധ്യമല്ലാത്ത രോഗങ്ങൾ. ലൈംഗിക പ്രശ്നങ്ങൾ, നിങ്ങൾക്കൊരു 10 കൊല്ലം വിവാഹം കഴിച്ചിട്ട് 10 കൊല്ലമായിട്ടും ഒരിക്കൽ പോലും ഭാര്യബന്ധം നടത്താത്ത ആളുകളെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് സാധ്യമല്ലാത്ത അവസ്ഥ. ഒരു കുഴപ്പമില്ല. സൗദി അറേബ്യയിലുള്ള ഒരാള്, അയാൾക്ക് ഭാര്യന്റെ അടുത്ത് ചെന്നാൽ അയാൾക്ക് യാതൊരു തരത്തിലും ഭാര്യയുമായി ബന്ധപ്പെടാൻ സാധ്യമല്ല. അങ്ങനെ അയാൾ, എന്നാലോ മറ്റാരെക്കുറിച്ച് ചിന്തിച്ചാൽ അയാൾക്ക് താല്പര്യം ഉണ്ടാവും, ഭാര്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സാധ്യമല്ല. അങ്ങനെ അവസാനം സൗദി അറേബ്യയിൽ ഉമ്രക്ക് കൊണ്ടുവന്നു. ഒരു ഉമ്ര വിസ, ഉമ്ര ചെയ്യിക്കാൻ കൊണ്ടുവന്നല്ല, വാസ്തവത്തിൽ 10 ദിവസം ഇവിടെ താമസിപ്പിക്കാനെന്ന് വെച്ച് കൊണ്ടുവന്നാ. വന്നപ്പോൾ അത് അങ്ങനെ നിരാശനായി മടങ്ങിപ്പോയി. ചില ആളുകളെ സംബന്ധിച്ചൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ നാട്ടിൽ വരും, നാട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ലീവ് കട്ട് ചെയ്ത് പോകല. കാരണം എന്താ? അവരുടെ പ്രശ്നം. അപ്പൊ ഇങ്ങനെയുള്ള ലൈംഗിക പ്രശ്നങ്ങൾ, അതുപോലെ വീടിനും വസ്തുക്കൾക്ക് നാശം, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഇനിയിപ്പോ ഇതുകൊണ്ടാണോ അതെങ്ങനെ അറിയാൻ സാധിക്കും? അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ലക്ഷണങ്ങളെ ഉണർന്നിരിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ, ഉറക്കത്തിലുള്ള ലക്ഷണങ്ങൾ, ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഉണർന്നിരിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആരാധനാ കാര്യങ്ങളിൽ അകൽച്ചുണ്ടാകും. നമസ്കാരം, ദിക്ർ, ദുആകള്, ഖുർആൻ പാരായണം, ഇതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ വാക്കിലും പ്രവൃത്തിയിലും അസാധാരണത്വം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, മ്ലാനത, അതുപോലെ തന്നെ ചെറിയ കാര്യത്തിൽ ശപിക്കുക, വെറുതെ ഒച്ചയമ്പോളം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ചില വാക്കിലും പ്രവൃത്തിയിലും അസാധാരണം. അതുപോലെ നിരന്തരം അസ്വസ്ഥയാണ്, എപ്പോഴും ഒരു അടങ്ങിയിരിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ. അതുപോലെ ഒസ്വാസ്, ആ ഒസ്വാസ് എത്ര വരെ ഭ്രാന്തിലേക്ക് എത്തിക്കുന്ന ഒസ്വാസ്. അതുപോലെ അപസ്മാരം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോസ് ഇല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ അപസ്മാരവും പിശാചുബാധയല്ല. ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിൽ അപസ്മാരം ഉണ്ടാവും, ഹെഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ അപസ്മാരം ഉണ്ടാവാം, മെനിഞ്ചൈറ്റിസ്, തലച്ചോറ് പഴുപ്പുണ്ടെങ്കിൽ അപസ്മാരം ഉണ്ടാവും. ഇതെല്ലാം കാരണമുള്ളതാണ്. എന്നാൽ കാരണമില്ലാത്ത അപസ്മാരം അതാണ് അല്ലെങ്കിൽ ഇഡിയോപതിക് എപ്പിലെപ്സി എന്ന് പറയും മെഡിക്കൽ ടേമിൽ, അങ്ങനെയുള്ള എപ്പിലെപ്സി. ഇതുപോലെ സംശയങ്ങൾ, അതുപോലെ തന്നെ അമിതമായ ഭയം, നിസ്സാര ഒരു പാറ്റ ഓടിപ്പോയി കഴിഞ്ഞാൽ തന്നെ പേടിച്ചു പറക്കുന്ന അവസ്ഥ. അതുപോലെ മറന്നു പോവുക, അസാധാരണ, ഇപ്പൊ പ്രായം കൊണ്ടുള്ള മറവിയല്ല, അല്ലാതെയുള്ള മറവി. അതുപോലെ പരിസരബോധം നഷ്ടപ്പെടുക. ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എവിടെയെന്ന് തന്നെ റോഡിൽ നടുക്ക് വെച്ചാൽ പോലും ഞാൻ എവിടെയാണെന്ന് അറിയാത്ത അവസ്ഥ വരിക. അതുപോലെ തോന്നലുകൾ എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം, ചില അപശബ്ദങ്ങൾ കേൾക്കുക. ചിലപ്പോൾ വിഷ്വലാണ്, ചില രൂപങ്ങൾ കാണുക. ചിലപ്പോൾ ഓൾഫാക്ടറി, ഗന്ധമാണ്, ചിലപ്പോൾ ദുർഗന്ധം വരിക, ചിലപ്പോൾ ആട്ടിൻകൂട്ടിലെ സ്മെല്ല്, ചിലപ്പോൾ മലത്തിന്റെ സ്മെല്ല്, അങ്ങനെയുള്ള സ്മെല്ലുകൾ വരിക. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവും. അതുപോലെ ചില അപശബ്ദം കേൾക്കും, മറ്റാരും കേൾക്കില്ല, അവർ മാത്രം കേൾക്കും. അത് ഇരുട്ടിനോട് താല്പര്യം ഉണ്ടാകുക, എപ്പോഴും ഇലക്ട്രിക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇരുട്ടുണ്ടാക്കും. അതുപോലെ മറ്റുള്ളവർ ഒഴിഞ്ഞിരിക്കുക, ജനങ്ങളുമായിട്ട് കൂടിക്കലരാത്ത അവസ്ഥ ഉണ്ടാകുക. പിന്നെ ഇരുട്ട വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അന്യഭാഷയൊക്കെ സംസാരിക്കും,
അവർക്കറിയാത്ത ഭാഷയെ സംസാരിക്കും. അങ്ങനെ ഇരട്ട വ്യക്തിത്വം. അതുപോലെ വൃത്തി, വസ്ത്രധാരണം എന്നിവയിൽ അശ്രദ്ധ ഉണ്ടാകുക. പിന്നെ ഇടക്കിടക്ക് ബോധക്ഷയം, നമ്മൾ സാധാരണ ഹിസ്റ്റീരിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ പറയുന്നത്. അതുപോലെ നിരന്തരം ടോയ്ലറ്റിൽ പോകുന്ന സ്വഭാവം, കക്കൂസിലും കുളിമുറിയും പോയി ഒരുപാട് സമയം അവിടെ ചെലവഴിക്കുക. അതുപോലെ വെറുതെ കരയുക, നിസ്സാര കാര്യത്തിന് കരയുക, നിസ്സാരമായി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കൂടുതലായിട്ട്. അതുപോലെ നിരന്തരമായ തലവേദന, ഏത് ഡോക്ടർമാരെ കാണിച്ചാലൊന്നും ഒന്നും ടെസ്റ്റുകളെല്ലാം ഒന്നും ഉണ്ടാവില്ല, എക്സ്റേ സ്കാനും എല്ലാം ചെയ്താലും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നിരന്തരമായ തലവേദന. അതുപോലെ അവയവങ്ങൾക്ക് ശക്തി ഇല്ലാത്ത പോലെ തോന്നുക. ചിലപ്പോൾ കൊണ്ട് ശരീരത്തെ ഏത് അവയവം തളർന്നു പോകുന്ന പോലെ ഉണ്ടാകുക. ചിലപ്പോൾ ആ ശരീരം അമിതമായ ഭാര എവിടെ തളർത്തിയിട്ടാൽ മതി തോന്നുക. അതുപോലെ തന്നെ ചില സമയത്ത് അമിതമായ ശക്തി പ്രദർശിപ്പിക്കുക. അതുപോലെ പിന്നെ തലകറക്കം നിരന്തരമായിട്ടുണ്ടാകുക, നിരന്തരമായി ഓക്കാനം, ഛർദി, പെട്ടെന്ന് ഇങ്ങനെ അകാരണമായ ചുമ, ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയൊക്കെ കാണുന്നവരൊക്കെ ഇത് പിശാചുബാധ ധരിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഇങ്ങനെ ചികിത്സക്ക് വരുന്ന ആളുകൾ ഒരുമാതിരി സ്പെഷ്യലിസ്റ്റുമാരെ കാണിച്ച് റിപ്പോർട്ടുമായിട്ടായിരിക്കും വരിക. അവരെല്ലാം കൈമലർത്തി ലാസ്റ്റ് മാനസരോഗത്തിലെ മരുന്നും കൊണ്ടായിരിക്കും പല ആളുകളും രോഗത്തിന് ചികിത്സക്ക് വരുന്നത് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിന് വ്യത്യസ്ത ഭാഗങ്ങളിൽ ചിലപ്പോൾ ഒരു വിറയല്, കടച്ചില്, ഇങ്ങനെയുള്ള അസാധാരണമായ മൂവ്മെന്റ്സ്. അതുപോലെ നെഞ്ചിന് എപ്പോഴും പിടുത്തം പോലെ, പ്രയാസം പോലെ, ശ്വാസം മുട്ട്. നിങ്ങൾക്കറിയാമോ, ഹാർട്ട് അറ്റാക്കിനേക്കാൾ കൂടുതൽ ആളുകൾ നെഞ്ചുവേദനക്കും നെഞ്ചിന്റെ പ്രയാസമായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ വിഷയത്തിലാണ്. കാർഡിയാക് ന്യൂറോസിസ് എന്നൊക്കെ ഡോക്ടർമാർ അതിന് പറയും. അതുപോലെ ചില ആളുകൾക്ക് ശക്തമായ ഉറക്കം തൂങ്ങല്, എത്ര ഉറങ്ങിയാലും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാം. എപ്പോഴും മനപ്രയാസം ഉണ്ടാകുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്മി ചെല്ലാൻ മറന്നുപോകും, കുറച്ച് കഴിയുമ്പോഴേ ബിസ്മിന്റെ കാര്യം ഓർമ്മ വരും. ഇങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങൾ കാണാൻ സാധിക്കും. ഇനി സ്പിരിച്വലായിട്ട് ചേഞ്ചസ് ഉണ്ട്, ആത്മീയമായ ചില വ്യത്യാസം. എന്താണ്? ഉദാഹരണമായിട്ട് ഖുർആൻ കേൾക്കാനും അവരെ ബാങ്ക് ഒക്കെ കേട്ടുകഴിഞ്ഞാൽ, അദാന കേട്ടുകഴിഞ്ഞാൽ അസ്വസ്ഥത തോന്നുക, ഖുർആൻ കേൾക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഖുർആൻ ഓതിയ വെള്ളം കൊടുത്താൽ കുടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ സംശയം ഉണ്ടാവും, ഖുർആൻ ഓതിയ വെള്ളം കുടിക്കാവോ എന്നൊക്കെ ചിലപ്പോൾ സംശയം ഉണ്ടാവാൻ. ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഒരു ഗ്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, വെറും വെള്ളവും ഒരു ഗ്ലാസ് ഖുർആൻ ഓതിയ വെള്ളവും കൂടെ കൊടുത്താൽ ഈ ബാധയുള്ള ഒരാൾക്ക് ഖുർആൻ ഓതിയ വെള്ളം ഇറക്കാൻ സാധ്യമല്ല. ഇതൊക്കെ നമുക്ക് നേരിട്ട് നമുക്ക് ചികിത്സാ സമയങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഖുർആൻ ഓതിയ എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം തളർന്നു പോകും, അത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പോലെ ഉണ്ടാകാം. ഇങ്ങനെയുള്ള ചില ആത്മീയമായ ചില വ്യത്യാസം കാണാൻ സാധിക്കും. ഇനി കുടുംബജീവിതത്തിലെ ചില ലക്ഷണങ്ങൾ എന്താണ്? വിവാഹ തടസ്സം. വിവാഹ തടസ്സം നമുക്കറിയാം. സാധാരണ ഒരു പെണ്ണിനെ ഒരാണ് കാണാൻ വന്നു, 2 പേര് വന്നു, 3 പേര് വന്നു, ഏതെങ്കിലും അങ്ങ് ഫിക്സ് ആയെങ്കോ കല്യാണം നടക്കും ഇങ്ങനെ. എന്നാൽ 18 ആണുങ്ങൾ വന്നിട്ട് നടക്കാത്ത കല്യാണത്തിന് സംഭവങ്ങൾ, 18 പേര് വന്ന് കണ്ട്, പക്ഷെ ഒരാളും പിന്നെ തങ്ങൾ തിരിഞ്ഞു നോക്കൂല. അതുപോലെ തന്നെ അപ്പൊ എന്താ അന്വേഷിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഇവിടെ ഡോക്യുമെന്ററിയിൽ കമ്പ്യൂട്ടർ കൊണ്ട് മോഹമൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടിയെ കാണിച്ചിട്ടോ. അത് ഏതായാലും ഇന്നിപ്പോൾ ആധുനിക സംവിധാനങ്ങളുകൊണ്ട് എല്ലാം ആൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ കാര്യമാണ്, ഡോക്ടറെ ഞാനിങ്ങനെ പെണ്ണ് കാണാൻ, ഞാൻ അവർ ലാബിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. എത്രയോ ആളുകൾ ദിവസവും ലാബിൽ വരുന്നു, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു ആളെ പെണ്ണ് കാണാൻ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടിയ പോലെ തോന്നുന്നു, എനിക്ക് അയാളെ നോക്കാൻ ഫേസ് ചെയ്യാൻ തന്നെ കഴിയില്ല, എൻ്റെ ശരീരത്തൊക്കെ ഷേപ്പൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന വികൃതമാകുന്ന പോലെ തോന്നുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആളുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്ന വെച്ചാൽ, ഇപ്പൊ പിശാച് ബാധയുള്ള ഒരു സ്ത്രീ ഇപ്പൊ വിവാഹ തടസ്സത്തിന് സിഹർ ചെയ്യപ്പെട്ട ആളാണെങ്കിൽ ആ സ്ത്രീയെ കാണുന്ന ഒരു പുരുഷൻ കാണാൻ വരുമ്പോൾ ആ ഒറിജിനൽ സൗന്ദര്യം അയാൾക്ക് ദൃശ്യാവില്ല. ഏതുപോലെ മൂസാ നബി ഇസ്ലാമിന്റെ സമയത്ത് മത്സരിക്കാൻ വേണ്ടുന്ന മജീഷ്യന്മാര് കയറുകളും വടികളും പാമ്പാക്കിയതുപോലെ ഈ ഷെയ്ത്താൻ ഈ സ്ത്രീയെ വിരൂപമാക്കി കാണിച്ചു കൊടുക്കും. ഒരു പ്രായമുള്ള സ്ത്രീയായിട്ട് ഒരു ആകർഷകമല്ലാതെ കാണിച്ചു കൊടുക്കും, പിന്നെ അയാൾ അങ്ങോട്ട് കിടക്കൂല. അതുപോലെ വീടിന്റെ ഉള്ള കാപ്പാടെന്താ ഇരുളടഞ്ഞ പോലെ ഒരു അസ്വസ്ഥത, ഈ വീട്ടിലേക്ക് ഇനി കയറണ്ടാന്നുള്ള തോന്നിയിട്ട് അയാൾ അങ്ങോട്ട് പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുക. എന്നിട്ട് ഈ 18 ഇത്രയും വിവാഹം നടക്കാത്ത സ്ത്രീയെ ചികിത്സിച്ചു കഴിയുമ്പോൾ പിന്നെ ഒന്ന് കല്യാണം നടന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനം, ഞാൻ ആരെയും കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്പർ വാങ്ങിച്ച് ചികിത്സിക്കുക, ഇതിനൊന്നും അല്ല കേട്ടോ പറയുന്നത്. ചില ആളുകൾ ധരിക്കുന്ന വെച്ചാല് പിന്നെ അയാള് ചികിത്സക്ക് രോഗികൾ കിട്ടാഞ്ഞിട്ട് ഉണ്ടാക്കിയ സംഗതിയാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കാസറ്റ് കേട്ടു. എനിക്കതൊന്നും വിരോധമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് ആരെങ്കിലുമൊക്കെ വിമർശിച്ചും പരിഹസിച്ചും നടന്നാല് സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണാറില്ല. കാരണം ഇപ്പോൾ ഒരു നമസ്കാരമോ നോമ്പോ എന്തെല്ലാം നമ്മൾ നിർവഹിച്ചാലും അത് എത്ര പരിപൂർണമായിട്ട് അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് കിട്ടുമല്ലോ, സംഗതി നഷ്ടപ്പെടാത്ത രീതിയിൽ. അവിടെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ നോക്കുക എത്ര പേര് ഡൗൺലോഡ് ചെയ്തു എന്ന്. ഡൗൺലോഡ് ചെയ്ത ആളെ എണ്ണം കൂടുതലാണ് എനിക്ക് സന്തോഷമാണ്. കാരണം എന്ന് അറിയോ, എത്രയോ തെറ്റുകളാണ് അറിയാതെ ചെയ്തു പോകുന്നത്. ഇതൊക്കെ പരിഹരിക്കാനൊരു വേദി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമായിട്ടാണ് കാണാറുള്ളത്. അപ്പോ ഇവിടെ പിന്നെ കുടുംബജീവിതത്തിൽ കാണുന്ന മറ്റൊരു സംഗതിയാണ് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഭിന്നിപ്പ്. ഈ സ്ത്രീയെ സംബന്ധിച്ചോളം എല്ലാവരുമായിട്ട് നല്ല റിലേഷനാണ്, പക്ഷെ ഭർത്താവുമായിട്ട് ഒരുത്തല്ല അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ
ഞാൻ ഈ സംഭവങ്ങൾ പറയാത്തെന്ന് വെച്ചാൽ സംഭവങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നും കണ്ടോ അയാൾ ഇങ്ങനെ വിളിച്ചു പറയാം നമ്മുടെ കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട്. പേര് പറയുന്നത് പോലും ആളുകൾക്ക് മനസ്സിന് വേദന ഉണ്ടാവുന്ന കാര്യം ഇല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഞാൻ ഇവിടെ കിടക്കുന്നില്ല ഏതായാലും. അതുപോലെ തന്നെ ഭർത്താവിന് വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥയാണ്. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ള 2 ദിവസം എങ്ങനെ നിന്നിട്ട് വേഗം സ്വന്തം വീട്ടിലേക്ക് പോകും. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുക, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ഭിന്നിപ്പ്, അതുപോലെ ലൈംഗിക ശേഷി ഇല്ലാതാകുക. നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ പരിപൂർണമായിട്ട് സാധിക്കില്ല, ചിലപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല, ചിലപ്പോൾ ശീഘ്രസ്ഖലനം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അവർ ലൈംഗിക താല്പര്യമില്ല, സ്ത്രീകളൊക്കെ ഒന്നും അങ്ങനത്തെ താല്പര്യമില്ലാതെ ഭർത്താവിന് അകന്ന് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകുക. 10-16 കൊല്ലമായിട്ട് ഭർത്താവിന് അകന്ന് നിൽക്കുന്ന കേസുകളൊക്കെ വന്നിട്ടുണ്ട്. കട്ടിലെ വന്നാൽ അയാൾ ചൂടാന്ന് പറഞ്ഞ് പിന്നെ പുറമേന എന്ന് പറഞ്ഞാൽ നിലത്ത് പോയി കിടക്കും, നിലത്ത് തന്നെ ഇവിടുന്ന് അവൾ അങ്ങോട്ട് പോയി കിടക്കും. ഭർത്താവിന് അകന്ന് ഇങ്ങനെ രക്ഷപ്പെടുന്ന അവസ്ഥ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വന്ധ്യത എന്ന് പറഞ്ഞാൽ ഒരു തകരാറുണ്ട്, പക്ഷേ കുട്ടികൾ ഉണ്ടാവാതെ ഗർഭധാരണ ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാകുക. പിന്നെ വെള്ളപോക്ക്, എന്ത് ചികിത്സ എത്ര ചികിത്സ മാറാത്ത തരത്തിലുള്ള വെള്ളപോക്ക് ഉണ്ടാകുക. ഇതെല്ലാം കുടുംബജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ. അവർ ആർത്തവം ക്രമം തെറ്റുക, അമിതമായ രക്തസ്രാവം ഉണ്ടാകുക. എന്നാൽ ചില ആളുകൾക്ക് അമിതമായ ലൈംഗിക ആസക്തി. ഇപ്പം ചില ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്തൊരു ദുഷ്ടനാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പൈശാചികബാധയായിരിക്കും എന്ന് വെച്ച് അവർക്ക് അനുവദിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല, അവരെയൊക്കെ ചികിത്സിക്കണം, ശിക്ഷിക്കണം, ഇല്ലാന്ന് പറയല്ലേ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം അമിതമായ ലൈംഗികാസക്തി ചില ആളുകൾ ഈ ലൈംഗിക പിന്നെ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി സിഗർ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും തകരുക. നമുക്ക് ഉപദേശിക്കാൻ തോന്നുവരെ, പക്ഷേ അതേപോലെ തന്നെ വീടിനും മറ്റു ഉപകരണങ്ങൾ നാശനഷ്ടം സംഭവിക്കുക, വീട് തീപിടിക്കുക, അല്ലെങ്കിൽ പിന്നെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നാശം ഉണ്ടാകുക, വീട്ടിൽ ഏറുകൊള്ളുക, ചാത്തരൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ചിലതെല്ലാം കൃത്രിമമാണെങ്കിൽ പോലും പലപ്പോഴും പൈശാചിക ഉപദ്രവങ്ങൾ നമ്മളത് കാണാൻ സാധിക്കുന്നു. ഇനി ഉറക്കത്തിൽ കാണുന്ന ലക്ഷണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പുള്ള ഈ സെഷൻ്റെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം തുടരാൻ കഴിയാം ഇൻഷാ അല്ലാഹ്. ഉറക്കത്തിൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുക, ദുസ്വപ്നങ്ങൾ, അസാധാരണ തരത്തിലുള്ള രൂപങ്ങൾ, വികൃത രൂപങ്ങൾ കാണുക, പാമ്പിനെല്ലാം നിരന്തരമായ സ്വപ്നത്തിൽ കാണുക, അതുപോലെ തേറ്റ കൊണ്ട് കുത്താൻ വരുന്ന മൃഗങ്ങളെ കാണുക. അതുപോലെ പലപ്പോഴും ഉള്ള സംഗതിയാണ് നിരന്തരമായി ഉയരത്തിൽ വീണ പോലെ, പെട്ടെന്ന് ഇങ്ങനെ ഉയരത്തിൽ നിന്ന് വീണ പോലെ, അല്ലെങ്കിൽ കാല് വഴുതി ഇങ്ങനെ കുഴിയിലേക്ക് പോയ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക. അതുപോലെ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാതെ ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് കഴിഞ്ഞുകൂടുക. അതുപോലെ ഉറങ്ങാൻ കിടന്നാൽ ഭയങ്കരമായ മനപ്രയാസം, ഉറക്കഗുളിക കഴിച്ചാലേ ഉറങ്ങാൻ പറ്റുന്നുള്ള അവസ്ഥ വരിക. അതുപോലെ പല്ലുകടി, നിരന്തരമായി പല്ല് കടിക്കുന്ന സ്വഭാവം. അവൾ ഉറക്കത്തിൽ ചിരിക്കുക, അട്ടഹസിക്കുക. അതുപോലെ തന്നെ ഉറക്കത്തിൽ ആളുകൾ ഉപദ്രവിക്കുന്നത്, നിരന്തരമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന അതുപോലെ കാണുക. അതുപോലെ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അവയവം തളർന്ന പോലെ തോന്നുക, അനക്കാൻ തോന്നിയാൽ അനങ്ങാൻ പറ്റാതെ കുറേ സമയം കിടന്നിട്ട് പിന്നെ അങ്ങോട്ട് അനങ്ങുന്ന അവസ്ഥ ഉണ്ടാകുക. സ്വപ്നാടനം, ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ അബോധാവസ്ഥയിൽ നടന്നു പോവുക. അതുപോലെ ശ്മശാനം, കുപ്പത്തൊട്ടി, വിജന സ്ഥലങ്ങളെ, അവിടെയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുക. ശ്വാസം മുട്ടിയ അനുഭവങ്ങൾ, ആരോ കഴുത്തെ നെക്കിപ്പിടിച്ച് ശ്വാസം കിട്ടാത്ത പോലെ കിടന്ന് പടയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുക. ചില ആളുകൾക്ക് അമിതമായി ഉറക്കമുണ്ടാകുക. ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? രോഗത്തിനുള്ള ടെസ്റ്റുകളെല്ലാം പരിശോധനയിൽ നെഗറ്റീവായി കാണുക, ഒരു തകരാറും കാണാതിരിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അത്രേ ഉള്ളൂ. അവരിൽ ഖുർആൻ ഓതി നോക്കാം, ഖുർആൻ ഓതാം, ഹദീസിൽ സഹിയായി വന്ന ദിക്റുകൾ കൊണ്ട് നമുക്ക് അവർക്ക് മന്ത്രിക്കാം. അത് ആര് ചെയ്യണം? അവനവൻ സ്വയം ചെയ്യട്ടെ, അല്ലെങ്കിൽ വീട്ടിലൊരാൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരാൾ ചെയ്യട്ടെ. ഇതിനു വേണ്ടി ആരെങ്കിലും സെന്ററായിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകം ബോർഡ് ഇരിക്കേണ്ട ഒരു ആവശ്യം ഇതിനില്ല. ഇത് അവനവൻ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ സൗദി അറേബ്യയിൽ ചെന്നാൽ കാണാൻ സാധിക്കും, ചിലപ്പോൾ നമ്മൾ പറയും കുട്ടിക്ക് ഇങ്ങനെ സംശയം തോന്നുന്നു പറയും, കുട്ടി ഇങ്ങനെ മന്ത്രിച്ച നന്നായിരിക്കും, അത് ചെയ്തു എന്നവർ പറയല്. അവർക്ക് പ്രശ്നമില്ല, അവർക്കറിയാം ഇത് ഇന്നതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ. അപ്പോൾ ഈ തരത്തിൽ ഇതൊരു വ്യവസായാടിസ്ഥാനം ചെയ്യേണ്ട കാര്യമില്ല. അവനവൻ തന്നെ പരിശീലിച്ചുകൊണ്ട് അവനവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ബന്ധുക്കളും ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് സ്വന്തം ഭാര്യനെ ചികിത്സിക്കണം, ഏറ്റവും നല്ല അയാളല്ലേ അടുത്തിരുന്ന് ഖുർആൻ ഓതി കൊടുക്കുക, ആ വേദനയുള്ള ഭാഗത്ത് തൊട്ടിട്ട് ഖുർആൻ ഓതുക, എന്നിട്ട് അവരുടെ ശരീരത്തിൽ ഊതുക. ഇതെന്താ ഒരു അന്യ ആളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യം എന്താ? അവനവൻ ചെയ്യാവുന്ന കാര്യമാണത്. അപ്പോൾ ഈ രീതിയിൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഇത് പൈശാചിക ബാധയാണെന്ന് നമുക്ക് എന്നുള്ള നിഗമനത്തിൽ അവരെ ചികിത്സിച്ചു നോക്കാം.
ഇപ്പൊ ക്യാൻസർ ആണെന്ന് കണ്ട് ക്യാൻസറിന് മരുന്ന് കൊടുത്താൽ ക്യാൻസർ അല്ല എങ്കിൽ അയാൾ ആ മരുന്ന് കൊണ്ട് മരിച്ചു പോകും. പക്ഷേ വിശുദ്ധ ഖുർആൻ ഓതിയെന്ന് കൊണ്ടോ സഹിയായി വന്ന റസൂലുള്ളാഹിന്റെ സുന്നത്തിൽപ്പെട്ട ദിക്റുകളോ ദുആകളോ കൊണ്ടോ മന്ത്രിച്ചുകൊണ്ടോ ആർക്കും ഒരു ദോഷവും വരികയില്ല. അതുകൊണ്ട് ആർക്കും ചെയ്യാവുന്ന യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വ്യക്തിക്കോ സമൂഹത്തിനോ ഉണ്ടാകുന്നതല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ആ ചികിത്സകൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പിന്നെ പരിപൂർണമായി വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് പരമാവധി ഈ വിഷയത്തെ നീതി പുലർത്തിക്കൊണ്ട് ഇത് വിഷയം അവതരിപ്പിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാര ശേഷം ഇൻഷാ അല്ലാഹ് തുടരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പിശാചബാധയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളുമെല്ലാമാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. അടുത്തതായി പരാമർശിക്കുന്നത് സിഹറിനെ കുറിച്ചാണ്. സിഹർ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ പലതും പൈശാചിക ബാധയുമായി ബന്ധമുള്ളതാണ്. സിഹർ എന്ന് പറഞ്ഞാൽ ഒരു സാഹിർ, ഒരു വ്യക്തി ഒരു ജിന്നിൻ്റെ സഹായത്താൽ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതാണ്. എങ്ങനെയാണ് ജിന്നിൻ്റെ സഹായത്താൽ ഉപദ്രവിക്കുന്നത്? ഈ സാഹിർ ഷിർക്കും കുഫറും നിറഞ്ഞ പിശാചിനെ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് പിശാചുക്കളെ സേവിച്ച് അവരെ സ്വന്തം പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. എത്രമാത്രം കുഫർ ചെയ്യുന്നു അത്രയധികം പിശാച് അവർ വിധേയമാകുന്നു. അങ്ങനെ പിശാചും മാരണക്കാരും തമ്മിലൊരു കരാറാണ്. അങ്ങനെ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ പിശാചും അവന്റെ അനുയായികളുമായിട്ടുള്ളവർ ഈ സാഹിറിനെ സഹായിക്കുന്നു. അതുകൊണ്ട് സാഹിർ കൽപ്പിക്കുന്നതെന്തോ അത് അവൻ അനുസരിക്കുന്നു. ആ പിശാച് ആവശ്യപ്പെടുന്ന കാര്യം സാഹിർ നിർവഹിച്ചു കൊടുക്കുന്നു. ഇപ്രകാരം അള്ളാഹുവിനോട് എതിര് ചെയ്യുന്ന കൂട്ടുകാരായി ഈ സാഹിറും ഷെയ്ത്താനും പ്രവർത്തിക്കുകയാണ്. ഇനി ഇതിന്റെ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. സൂറത്ത് ബഖറയിലെ 102-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഒത്തബഉമാ തത്തുൽ ഷയാത്തീനു അലാ മുൽക്കി സുലൈമാൻ ഒമാ കഫറ സുലൈമാനു വലാകിന്ന ഷയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. പിശാചുക്കളാണ് സിഹർ പഠിപ്പിക്കുന്നത്. അപ്പൊ സിഹർ എന്ന് പറഞ്ഞൊരു പ്രവർത്തനമുണ്ട്, അത് പിശാചുക്കളാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ സാഹിറന്മാര് പിന്നീട് തലമുറയായിട്ട് ഇങ്ങനെ ഈ പ്രവൃത്തി തുടർന്നു പോരുന്നു. അതിൽ കെട്ടുകളുണ്ട്, മന്ത്രങ്ങളുണ്ട്, സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുന്ന ചില വചനങ്ങളുണ്ട്, അല്ലെ ചില പ്രവർത്തനങ്ങളുണ്ട്. അത് സിഹർ ബാധിതന്റെ ശരീരത്തിലും ബുദ്ധിയിലും ഹൃദയത്തിലും എല്ലാം ബലം ചെയ്യും. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, അതിൽ കൊല്ലപ്പെടുത്തുന്നതുമുണ്ട്, രോഗിയാക്കുന്നതുണ്ട്, ഭാര്യ ഭർത്ത ബന്ധം വേർപെടുത്തുന്നതുണ്ട്, മറ്റ് സുഹൃത്ത് ബന്ധം വേർപെടുത്തുന്നതുണ്ട്. അതുപോലെ അതായത് രണ്ടുപേരെ, ചിലപ്പോ മാതാപിതാക്കളെ അല്ലെ സന്താനങ്ങളെ, സുഹൃത്തുക്കളെ, കച്ചവടത്തിലെ കൂട്ടുകച്ചവടം ചെയ്തവരെ ഇവരെല്ലാം വേർപെടുത്തുന്ന, അങ്ങനെ പല തരത്തിലുള്ള ജനങ്ങളെ ഒരാളെ മറ്റൊരാളുമായി വേർപെടുത്തുന്ന സിഹറുണ്ട്. ഇനി ഇണക്കുന്ന സിഹറുമുണ്ട്. സിഹറുൽ മുഹബ്ബ എന്ന് പറയും, സ്നേഹമുണ്ടാക്കുന്ന. പ്രത്യേകിച്ച് ഇപ്പോൾ ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കുമെന്നൊക്കെ ഭാര്യയ്ക്ക് സംശയം തോന്നിയാൽ അവർ സാഹറന്മാരെ പോയി കണ്ടിട്ട് ഭർത്താവിന് സ്നേഹം ഉണ്ടാകാനുള്ള സിഹർ ചെയ്യുന്നു. സിഹറുൽ മുഹബ്ബ. സിഹർ കുഫറാണ്, അത് പഠിക്കുന്നതും കുഫറാണ്, അത് ചെയ്യിപ്പിക്കുന്നതും കുഫറിന് കൂട്ടുനിൽക്കലാണ്. അതുകൊണ്ട് സത്യവിശ്വാസം നിഷിദ്ധമാണ്. എന്നാൽ പലപ്പോഴും ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാക്കാതെ അവർ ഈ വൻപാപം ചെയ്യുന്നു. ചിലപ്പോൾ ഉദാഹരണമായിട്ട് മരുമകൾ വന്ന ശേഷം ഉമ്മക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു, വീട്ടിൽ ഉമ്മക്ക് വിഷമം, ഉമ്മ മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നു മരുമകളെ ഒതുക്കാൻ, അല്ലെങ്കിൽ മരുമകളെ അകത്താൻ, അങ്ങനെ മകനെയും മരുമകളെയും വേർപെടുത്തുന്ന പ്രവൃത്തി. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ സാധാരണയായിട്ട് നടക്കുന്നതാണ്. അതിൽ പലതരത്തിലുണ്ട്. ഭ്രാന്തുണ്ടാക്കുന്ന സിഹർ, രോഗമുണ്ടാക്കുന്ന സിഹർ, രക്തവാർച്ച ഉണ്ടാക്കുന്ന സിഹർ, വിവാഹം മുടക്കുന്ന സിഹർ, അങ്ങനെ ഒരുപാട് സിഹർ ഇനങ്ങളുണ്ട്. ഞാനതൊന്നും പരിപൂർണമായിട്ട് ഇപ്പോൾ പരാമർശിക്കാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഇനി പക്ഷേ ഇവിടെ പരാമർശിക്കുന്ന സംഗതി, നമ്മുടെ ആളുകളുടെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള വിശ്വാസം എന്തായിരുന്നു ചോദിച്ചാൽ,
ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം എന്ന പുസ്തകത്തിലെ അതിന്റെ ഗ്രന്ഥകർത്താവ് എഴുതുകയാണ്, ഈജിപ്തിലെ നവോത്ഥാന നായകനായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിനെ പോലുള്ളവർ സിഹിർ ഒരു തട്ടിപ്പും വഞ്ചനയും മാത്രമാണെന്നും അതുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ സാധ്യമല്ലെന്നും അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാന പണ്ഡിതരിലും ഈ അഭിപ്രായക്കാർ ധാരാളമുണ്ട്. സാധാരണക്കാരായ മുജാഹിദുകൾ സിഹിറിനെ ഒട്ടും ഭയപ്പെടാത്തവരാണ്. സിഹിർ തന്നെ ഒരു പ്രശ്നമല്ലാത്ത രീതിയിലാണ്. എന്നാൽ ഇവിടെ 2002 CM മൗലവി എഴുതിയ ആഭിചാര കഥകൾ എന്ന ലേഖനത്തിൽ, ഷബാബ് എന്ന ലേഖനത്തിൽ അദ്ദേഹം സിഹിറിനെ നിശിതമായി വിമർശിക്കുകയാണ്. കപട തന്ത്രങ്ങളിലെയും ആകത്തുകയായ സിഹിറിനെ സാധൂകരിക്കുവാൻ മുസ്ലിം ലോകത്തിൽ ശ്രമം നടന്നിട്ടുണ്ടെല്ലാം സിഹിർ യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്നാൽ അമാന മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷ നമുക്ക് കാണാൻ സാധിക്കും, സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലമുണ്ടാക്കുന്ന ഒരു തരത്തിൽ സിഹിറുമില്ല, കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അപ്പൊ ഇവിടെ പറഞ്ഞ CM മൗലവിയുടെ വാദം മുഅ്തസില വിഭാഗമാണ് എന്ന് അമാന മൗലവി അദ്ദേഹത്തിന്റെ പരിഭാഷ പറയുന്നു. ഇങ്ങനെ പണ്ഡിതന്മാർ തന്നെ പല തട്ടുകളിലായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. എത്രമാത്രം എന്ന് വെച്ചാൽ, സിഹിർ യാഥാർത്ഥ്യമോ എന്ന ഈ പുസ്തകത്തിൽ അതിന്റെ അവസാനം കൊണ്ട് എത്തിച്ചിരിക്കുന്ന സംഗതി CM മൗലവി എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം അവസാനം എത്തിക്കുകയാണ്. അതുകൊണ്ട് സിഹിർ കേവലം തന്ത്രവും സാമാന്യ ജനത്തെ വിശ്വസിപ്പിച്ചും ഭയപ്പെടുത്തിയും അവരെ ചൂഷണം ചെയ്യാൻ പുരോഹിതരും പിണയാളുകളും കൊണ്ടുനടക്കുന്ന കപടതന്ത്രം മാത്രമാണെന്നും യുക്തിസഹമായി സമർത്ഥിച്ചവരാണ് അബു ജാഫർ, അബൂബക്കർ റാസി, ഇബ്നു ഹസം, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, ഇമാം മറാഖി, സയ്യിദ് കുത്തുബ് തുടങ്ങിയ ഒരു പറ്റം പണ്ഡിതന്മാർ എന്ന് കാണാം എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സിഹിർ യാഥാർത്ഥ്യമല്ല തെളിയിക്കാനായിട്ട് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ആ പുസ്തകത്തിന്റെ 36ാമത്തെ പേജിൽ, ഇസ്ലാമിൽ രൂപപ്പെട്ട ഒരു പ്രബല കക്ഷിയാണ് മുഅ്തസില. അവർ ഖദരിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ഹസനുൽ ബസരിയുടെ പ്രമുഖ ശിഷ്യനായ വാസിലുബിനു അത്താ ആണ് മുഅ്തസിലയുടെ ഉപജ്ഞാതാവ്. ഇവർ സിഹിറിന്റെ സംഭവ്യതയെ കലവർ കൂടാതെ നിഷേധിക്കുന്നവരത്രേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ നിഷേധിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് പരിശോധിച്ച കാണാൻ സാധിക്കും, ബുഹാരി മുസ്ലിം പരിഭാഷ CP സലാഹുദ്ദീൻ സലാഹി എഴുതിയ ബുഹാരി മുസ്ലിം സംയുക്ത പരിഭാഷയുടെ 1ാം വോളിയത്തിന്റെ 60ാമത്തെ പേജിൽ മഹാപാവങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് അദ്ദേഹം സിഹിർ എന്ന് അറബിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തർജ്ജമയിൽ സിഹിർ അർത്ഥം കൊടുത്തില്ല. അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞത് സിഹിർ ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല എന്നാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകത്തിൽ സിഹിറിനെ യാഥാർത്ഥ്യം തുറന്നു കാട്ടിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിറേറ്റ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കാര്യം വളരെ വ്യക്തമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, സിഹിർ യാഥാർത്ഥ്യമല്ല എന്ന് വിശ്വസിച്ച ഒരു സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എത്രമാത്രം എന്നെ എന്ന് സിഹിർ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് വന്ന പണ്ഡിതന്മാരെല്ലാം നമ്മുടെ ഇടയിലുണ്ട്. വാസ്തവത്തിൽ ഇവിടെ ഒരാൾ സിഹിർ നിഷേധിച്ചാൽ എന്ത് സംഭവിക്കും എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആരെങ്കിലും സിഹിർ നിഷേധിച്ചാൽ ഫമൻ കദ്ദബ ബിദാലിക ഫഹുവ കാഫിർ, അവൻ കാഫിറാണ് എന്ന് വ്യക്തമായും പണ്ഡിതന്മാർ, ഖുർത്തുബി അദ്ദേഹത്തിന്റെ ഷറഹ് ഖുർത്തുബി അല സഹീഹ് മുസ്ലിം 6ാമത്തെ വോളിയം 6ാം പേജിൽ പറഞ്ഞിരിക്കുകയാണ്. അതിന് സമർത്ഥി അനേകം ഖുർആൻ വചനം കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞ വ്യക്തമായ സിഹിർ അതൊരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതാരെങ്കിലും ഇൻ അൻകറഹു ഫിസ്സിറി ഫഹുവ സിന്ദീഖ്, ആരെങ്കിലും രഹസ്യത്തിലാണ് അത് ഡിനേ ചെയ്യുന്നെങ്കിൽ, അത് നിഷേധിക്കുന്നെങ്കിൽ അവൻ സിന്ദീഖാണ്. അതായത് അവൻ പ്രാമാണികമായി അംഗീകരിക്കപ്പെട്ട കാര്യം നിഷേധിക്കുന്നവനാണ്. എന്നാൽ അവൻ പരസ്യമായിട്ടാണ് നിഷേധിക്കുന്നതെങ്കിൽ അവൻ മുർത്തദ്ദാണ്, അവൻ മതപരിത്യാഗിയാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുകയാണ്. ഇതാണ് വിഷയം. നമ്മൾ നിസ്സാരമല്ല സംഗതി. ഇപ്പൊ ഒരാൾക്ക് തൊണ്ടയിൽ ക്യാൻസർ വന്നാലും മരിക്കാൻ പോവുക, മരിക്കുന്ന സമയത്ത് പറയാം ക്യാൻസർ എന്ന രോഗമില്ല എന്ന് പറഞ്ഞാലും മരിച്ചുപോയി, ഒരു കുഴപ്പമില്ല, അയാൾ അക്കീദയിൽ ഒരു പ്രശ്നം വന്നില്ല. മറിച്ച് സിഹിറേറ്റ ഒരാള്, അല്ലെ സിഹിർ ഏൽക്കാത്ത ഒരാള്, അല്ലെ സിഹിർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചു പോകുന്നുവെങ്കിൽ അവന്റെ വിശ്വാസം യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഈ പിശാച് ബാധയും സിഹിറും ഒക്കെ ചികിത്സക്കെന്ന് പോകണമെന്നല്ല പറയുന്നത്, ഉള്ളത് നമ്മൾ അംഗീകരിക്കണം. എന്നിട്ട് അതിന് നമുക്ക് ഫലപ്രദമായ ഹലാലായ ചികിത്സ നമ്മൾ സ്വീകരിക്കണം. ഇല്ല, ഒരാൾ പറയാൻ ഞാൻ ക്ഷമിക്കുകയാണ്, ഒരാൾക്ക് വിരലിൽ ക്യാൻസർ, ഞാൻ ഓപ്പറേഷൻ, ഞാൻ ക്ഷമിക്കുകയാണ്, കഴിഞ്ഞു, പ്രശ്നമില്ല. മറിച്ച് അയാൾ ഈ ക്യാൻസറും കൊണ്ട് ജാറത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഹറാമായ അല്ല നിഷിദ്ധമായ രീതിയിൽ ചികിത്സിക്കുകയോ, അതാണ് പ്രശ്നം. അല്ലാതെ ഇവിടെ എല്ലാവരും ചികിത്സയെ പറ്റുമെന്നല്ല. പക്ഷേ ഇവിടെ ഈ വിഷയം പ്രധാനമായി പറയുന്നത് ഞാൻ നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഭൂരിപക്ഷം ആളുകളും
തൗഹീദിന്റെ വാക്താക്കളാന്ന് അറിയപ്പെടുന്നവർ പോലും ഗുരുതരമായ പ്രശ്നം വരുമ്പോൾ ഹറാമായ മാർഗങ്ങൾ അവലംബിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ പരാമർശിച്ചത്. ഇനി കണ്ണേറും കൂടി അത് പരാമർശിച്ചുകൊണ്ട് എനിക്ക് ഈ വിഷയം അവസാനിപ്പിക്കേണ്ടി വരികയാണ്. കണ്ണേറ് എന്നുള്ളത് സിഹിറിനെ പോലെ പിശാച് ബാധയെ പോലെ നിഷേധിച്ച നമ്മുടെ സമൂഹം നിഷേധിച്ച കാര്യമാണ് കണ്ണേറ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നേരത്തെ പറഞ്ഞ ഗൾഫ് സർവീസോ മുജാഹിദ് പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ കണ്ണേറും ചികിത്സയും എന്ന ഹെഡിങ്ങോട് കൂടി അദ്ദേഹം എഴുതുകയാണ്, മുജാഹിദുകൾ പൊതുവെ കണ്ണേറിലും വിശ്വസിക്കാത്തവരാണ്. അപ്പൊ കണ്ണേർ വിശ്വസിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ മുന്നിലുള്ള തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് സൂറത്ത് കലമിന്റെ 51-ാമത്തെ വചനം, വയക്കാതുല്ലദീന കഫറൂ ലയുസ്ലികൂനക ബിഅബ്സാരി ലമ്മാ സമിഉ ദിക്റ വയഖൂലുന ഇന്നഹു ലമജ്നൂൻ ലയുസ്ലികൂനക ബിഅബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ച് നിന്നെ വീഴുമാറാക്കുന്നു എന്നതിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ ഇബ്നു കസീറിൽ 10 ഹദീസുകൾ കൊടുത്തുകൊണ്ട് അത് കണ്ണേറാണെന്ന് സമർത്ഥിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അമാനുവലിയുടെ പരിഭാഷയില് ഇതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഇതാണ്: ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികൾ ഉണ്ടാകുന്ന വെറുപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും കാഠിന്യമാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു കാട്ടുന്നത്. കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിന്റെ ഗൗരവ നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽ വഴുതി അടിതെറ്റി വീണുപോയേക്കും എന്ന് പറഞ്ഞാൽ, അവിശ്വാസ നോട്ടം കണ്ടാൽ നബി ഇങ്ങനെ കാൽ തെറ്റി വീണുപോകും. ഇതാണ് എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കണ്ണേറിനെ കുറിച്ച് ഒരു പരാമർശം പോലും അതിനകത്തില്ല. ഇബ്നു കസീറിൽ 10 ഹദീസ് കൊടുത്തുകൊണ്ട് കണ്ണേറാ തെളിയിച്ചിരിക്കുക. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞു, യാ ബുനയ്യ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, നിങ്ങൾ ഒരു വാതിലൂടെ കടക്കരുത്, പല വാതിലൂടെ കടന്നു പോകണം എന്നതിന് വ്യാഖ്യാനമായിട്ട് സൂറത്ത് യൂസുഫിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനമായിട്ട് അമാനുവലിന്റെ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരേ വാതിൽ കൂടി പ്രവേശിക്കരുതെന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ ഉപദേശിച്ചതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇത് സംബന്ധിച്ച് ഒന്നിലധികം അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. നമ്മൾ ഒന്നിലധികം അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താ? ഏറ്റവും ശരിയായ അഭിപ്രായം അദ്ദേഹം പറയാ, ഒന്ന്, യാക്കൂബ് അലൈഹിസ്സലാം നബിയുടെ മനസ്സിലുള്ള എന്തോ ഒരു ആവശ്യം നിർവഹിച്ചു എന്നേ ഉള്ളൂ. ഇല്ല ഹാജത്തൻ ഫി നഫ്സി യാക്കൂബ് ഖലാഹ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ആവശ്യം എന്തെന്ന് വഷളാകുകയുള്ളൂ. വഷളാകും. കാരണം എന്താ? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ച അവൻ വഷളാകൂല, മറിച്ച് അതിന് വഷളായി പോകും. അതുകൊണ്ട് നാം മനസ്സിലാക്കുക. ഇനി സലാത്തുല്ലം എഴുതിയ പരിഭാഷ നോക്കി കഴിഞ്ഞാൽ എന്താ? അത് കണ്ണേറ ഇല്ലാന്ന് തെളിയിക്കാൻ ആദ്യം ആ വചനം ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം വാദിക്കുകയാണ്, അങ്ങനെ എന്തുകൊണ്ട് ആദ്യം പോയപ്പോ മക്കളോട് പറയാൻ പിന്നെ രണ്ടാമത് പോയി മാത്രം പറഞ്ഞതൊക്കെ പറഞ്ഞ് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, അനേകം ഹദീസുകൾ നമുക്കറിയാലോ. ഇപ്പോ എയ്ഡ്സ് ബാധിച്ച് എത്ര ഇസ്ലാഹി പ്രവർത്തകർക്ക് തകരാറ് വന്നേക്കണത്. എന്നാൽ നമ്മൾ എയ്ഡ്സിനെ കുറിച്ച് ക്ലാസ് വെച്ചാൽ പറയാം, അത് പഠിക്കണം. ഒരു മുഅ്മിന് വേണ്ടി 160 മലക്കുകളെ അല്ലാഹു വെച്ചിരിക്കുന്നത്. എന്റെ സഹോദരന്മാർ, നിങ്ങൾക്കറിയോ ഈ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ലോകത്ത് എന്തെല്ലാം റിസർച്ച് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? എന്തെല്ലാം റിസർച്ച് ഈ ഉമ്മത്തിനെ ഇല്ലാതാക്കാൻ. ഇവിടെ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നെന്താ? എങ്ങനെ ഇവരെ വിശ്വാസിയാക്കാം, എങ്ങനെ അവർക്ക് സ്വർഗം നേടിക്കൊടുക്കാം. അതിനാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്, നമ്മൾ പഠനം നടത്തുന്നത്. എങ്ങനെയാ ജനങ്ങളിലേക്ക് ഈ സത്യം എത്തിച്ചു കൊടുക്കാം. എന്നാൽ ഈ മുസ്ലിം സമൂഹത്തെ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി എങ്ങനെ സാധിക്കുന്നത്? അതിനുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും അന്വേഷിക്കുക. എന്നിട്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കില്ല. അള്ളാഹു തീരുമാനിക്കും. ഹുസൈൻ അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, എന്താണ് നിന്റെ അടിമകളെ ഇങ്ങനെ ബനി ഇസ്രായേലിനെ ഇങ്ങനെ ബാബിലോൺ ചക്രവർത്തി കൊന്നൊടുക്കുകയാണ്. അപ്പൊ എന്താണ് നിന്റെ അടിമകളെ ഇങ്ങനെ കാഫിറുകൾക്ക് കൊല്ലാൻ അനുവദിക്കുന്നത്? അപ്പൊ ഹുസൈൻ എന്റെ അവരെ നിഷേധിച്ചു, അതുകൊണ്ട് എന്നെ അറിയാത്തവരെ കൂടി ഞാനവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞത് റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ മുസ്ലിം അള്ളാഹിനെ അറിഞ്ഞതാണ്, പക്ഷെ നമ്മൾ അള്ളാഹിനെ ധിക്കരിക്കുമ്പോ അള്ളാഹിനെ അറിയാത്തവരെ കൊണ്ട് നമ്മെ അന്ന് ശിക്ഷിക്കുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചിരുന്നത്. അതുകൊണ്ട് നാം തെറ്റ് തിരുത്താൻ ശ്രമിക്കേണ്ടത്. അപ്പൊ ഇവിടെ നാം ചെയ്യേണ്ടത്, അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ഒരു മുമ്പിന് വേണ്ടി 160 മലക്കുകൾ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന കണ്ണിന് വേണ്ടി മാത്രം 7 മലക്കുകളുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹു അവന് വേണ്ടി നിശ്ചയിച്ച ഖളായാക്കിയിട്ടുള്ള ഒരനുഭവം, ഒരു അപകടം വരുമ്പോൾ, ദുരന്തം വരുമ്പോൾ മാത്രം ആ സമയത്ത് ആ മലക്കുകൾ ഒഴിഞ്ഞു കൊടുക്കും. അങ്ങനെ സംഭവിക്കും. അല്ലാത്ത കാലം അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ അവർ കഴിയുകയും ചെയ്യും. അപ്പോ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് കിട്ടാനുള്ള മാർഗം നാം തേടുക. അതിനുവേണ്ടി അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് സുന്നത്ത് കൊണ്ട് ഫോളോ ചെയ്യുക. ഉണരുമ്പോൾ മുതൽ ഉറങ്ങുമ്പോഴും ഉറക്കത്തിലും അതുപോലെ നിത്യജീവിതത്തിലെ എല്ലാ മേഖലകളിലും പിശാച് സംരക്ഷണ സംവിധാനം അള്ളാഹു റസൂൽ പഠിപ്പിച്ചു. നമുക്കറിയാലോ, ഉറങ്ങുന്ന 3 കെട്ടിടും. അങ്ങനെ ദുആ ചെയ്ത് ഉണരുമ്പോൾ ആദ്യത്തെ കെട്ടയും, ഒതുടുക്കുമ്പോൾ 2ാമത്തെ കെട്ടയും, നമസ്കരിച്ച 3ാമത്തെ കെട്ടയും എല്ലാ സാധനവും തന്നെ പ്രഭാതത്തിൽ വിളിച്ചിരിക്കും. ഒതുടുക്കുമ്പോൾ മൂക്ക് വെള്ളം കയറ്റി ചെയ്ത പിശാച്
നമ്മളെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് മണത്തിരിയാണ്. അല്ല, പിശാച് നാസ അവന്റെ മൂക്കിലാണ് വസിക്കുക. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അവൻ പ്രാർത്ഥിക്കുക. അപ്പോ ഒരു പിശാച് മറ്റൊരു പിശാചിനോട് പറയും അവനെ സംരക്ഷിക്കപ്പെട്ടവരെ നമുക്ക് എന്ത് ചെയ്യാം. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കും ആളുമില്ലാതെ ഉപയോഗിച്ചിരിക്കും സുൽത്താനത്തിലെ വിനക്ഷയിത്തോളം. അപ്പൊ ഒരു പിശാച് മറ്റൊരു പറയും ഇന്നത്തെ ദിവസം നമ്മൾ രക്ഷപ്പെട്ടു. അവന്റെ സുബിയസ്കാര ശേഷം നമുക്ക് കാണാൻ സാധിക്കും 100 ശരിയാൽ അനേകം ഗുണങ്ങൾ എന്നെ കൂടുതൽ പറയുന്നു. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിശാച് സംരക്ഷണം കിട്ടും. ഉറങ്ങാൻ ആയിരത്തി പ്രഭാതം വരെ സംരക്ഷണം. ഇങ്ങനെ നമുക്ക് എല്ലാ സമയത്തും എനിക്ക് വിശ്വസിക്കുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് നിത്യജീവിതത്തിലെ തിക്തൃദ്വാരം. അതാണ് ഏറ്റവും വലിയ സംരക്ഷണം. എന്നാൽ ആ സംരക്ഷണം ഉള്ളവർക്ക് എളുപ്പില്ലേ? അള്ളാഹു പരീക്ഷണമായിട്ട് കേൾപ്പിക്കും. പരീക്ഷണമായിട്ടുണ്ടാവും. പക്ഷെ ആ പരീക്ഷണം അവന്റെ തരത്തെ ഉയരാൻ വേണ്ടിയുള്ള അവന്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല. ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ചില ആളുകൾക്ക് സ്വർഗത്ത് ഉന്നത പദവിയുണ്ട്. പക്ഷെ അവൻ അവന് കൊണ്ട് സാധ്യമല്ല. അപ്പെന്തുണ്ടാവും? അവൻ അള്ളാഹു പ്രയാസം ഇട്ടുകൊടുത്തിട്ട് ആ പ്രയാസങ്ങൾ ക്ഷമിക്കുമ്പോൾ അക്ഷരകാലമായി അവൻ തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളായിക്കൊണ്ട് അള്ളാഹു നമുക്ക് ചില ദുരനുഭവം ഉണ്ടാക്കും. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 50,000 വർഷം മുമ്പ് എഴുതി വെച്ച കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. അവർ നല്ല കാര്യം വന്നാൽ അള്ളാഹു സ്തുതിക്കുന്നു, പ്രയാസം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുന്നു. ഈ സ്തുതിക്കും ക്ഷമിക്കും ഇടയിൽ മറ്റൊരു അവസ്ഥ സത്യവിശ്വാസിക്കില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു ബലമേൽപ്പിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് പ്രവാചക സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ സംരക്ഷണം ലഭിക്കും. ഇതാണ് നാം ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ഇതിന് പുറമെ അല്ലെങ്കിൽ അവൻ ഇന്ന് വീഴ്ച സംഭവിച്ചു, ഒരു പൈശാചികം അത് ഉണ്ടായാലോ, ഹലാലായ മാർഗം സ്വീകരിക്കുക. ഇന്ന് നമ്മുടെ മുന്നിൽ 3 മാർഗങ്ങളാണ് പൊതുവുള്ളത്. ഒന്ന്, ഒരു പിശാചിന്റെ സഹായത്താൽ ഒന്ന് പിശാചിനെ തൃപ്തിപ്പെടുത്തുക. അപ്പോ മന്ത്രവാദികൾക്ക് പോകുമ്പോൾ പറയും, നിങ്ങളൊരു അമ്പലം വെച്ചേര്, അല്ലെങ്കിൽ ഒരു സർപ്പക്കുള്ള നടത്തിക്ക്, അല്ലെങ്കിൽ ഇന്നപോലെ ഒരു കുരുതി കഴിച്ചേര്, അല്ലെങ്കിൽ ഒരു ബലി കഴിച്ചേര് എന്നൊക്കെ പറഞ്ഞിട്ട് പിശാചിനെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ. അപ്പൊ പിശാച് ഒഴിഞ്ഞു. അതാണ് ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം എന്താണ്? ഒരു ഗുണ്ടേനെ കൊണ്ട് വേറെ ഗുണ്ടേനെ ഒതുക്കുന്നത് പോലെ ഒരു പിശാച് ശാസ്ത്രസേവ മടങ്ങളിൽ ചെന്നാൽ അല്ലെങ്കിൽ ജിന്ന് സേവ സ്ഥലങ്ങളിൽ ചെന്നാൽ ആ ജിന്നുകൾ ശക്തരാണെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളിത് പ്രതിയിൽ വാങ്ങിച്ചുകൊണ്ട് ഈ ജിന്നിനെ ഒഴിപ്പിച്ചു കൊടുക്കും. ഇതാണ് ഈ 2 ഹറാമായ മാർഗങ്ങളാണ്. അനുവദനീയ മാർഗം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതിയാണ്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങള്, അള്ളാഹുവിന്റെ അസ്മാഉൽ സിഫാത്ത് കൊണ്ട്, അതുപോലെ വിശുദ്ധ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ വന്ന സഹീഹായ ദിക്ർ ദുആകൾ കൊണ്ട് നമ്മൾ മന്ത്രിക്കുക. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും സിഹറിനെ സംബന്ധിച്ചോളം പഴയ സിഹറാണെങ്കിൽ ഈ മന്ത്രങ്ങൾക്ക് പുറമെ ചില അറബി ചികിത്സകൾ വേണ്ടി വരും. ഈ നമ്മളിപ്പോ നാടൻ ബോർഡ് കാണുന്ന അറബി ചികിത്സ അല്ല പറയുന്നത്, മറിച്ച് അറബികളിൽ നിലനിൽക്കുന്ന ചില രീതികളുണ്ട്. ഉദാഹരണമായിട്ട് അതിൽപ്പെട്ടതാണ് കൊമ്പ് വെക്കുക, ഹിജാമ എന്ന് പറയുന്നത്. അതൊരു തീ കൊണ്ട് ചൂടാക്കിയ ചികിത്സ. ആ ചികിത്സ അള്ളാഹു റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിന് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല, നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് കൊമ്പ് വെക്കൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ ചില പച്ചമരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ. ഫത്തുൽ ബാരിന്റെ നമുക്ക് പ്രത്യേക അധ്യായത്തിൽ കാണാൻ സാധിക്കും ഈ നാടൻ ചികിത്സയെ കുറിച്ച്. നമ്മൾ പറയുന്ന ആദിവാസി ചികിത്സ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അറബികളിൽ നിലനിന്ന ചില ചികിത്സകൾ. അപ്പൊ ഈ ചികിത്സകളും ഇതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ ആയത്തോതിയ ഒരു കോഴിയിൽ അത് ദേഹത്ത് വേദന ഭാഗത്ത് തടവുക, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഈ ആയത്തോതിയിട്ട് അത് കുടിക്കുക. ചില അഭിപ്രായ വ്യത്യാസം, ചില ആളുകൾ വേണ്ടാന്ന് പറയുന്നു, ചില ആളുകൾ അനുവദനീയമാകുന്നു. ഓക്കെ, അങ്ങനത്തെ ഒഴിവാക്കിയത് നമുക്ക് അഭിപ്രായ വ്യത്യാസം മാറ്റി നിർത്താം. അതല്ലാതെ തന്നെ ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളോ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളോ അല്ലെങ്കിൽ സഹിയായി വന്ന ദുആകളോ ദിക്റുകളോ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കുഴപ്പമില്ലല്ലോ, അത് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ സംശയമുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ട, സംശയമില്ലാത്ത ഹലാലായ കാര്യങ്ങൾ സ്വീകരിക്കുക. നമ്മളോർക്ക് അള്ളാഹു റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, ആ മന്ത്രം എന്നെ കാണിക്കൂ. മന്ത്രത്തെ കുറിച്ച് പറഞ്ഞു, ഇത് വിരോധമില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്തെ മന്ത്രം പോലും ശിർക്കില്ല എങ്കിൽ അള്ളാഹു റസൂൽ അനുവദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ തരത്തിൽ നമ്മള് ഇത് സംഭവിക്കാതെ സൂക്ഷിക്കുക. സംഭവിച്ചു കഴിഞ്ഞാൽ ഹലാലായ മാർഗത്തിൽ കൂടെ അതിന് നമ്മൾ ചെയ്യും. അത് ഏറ്റവും നല്ല എന്താണ്? അവനവൻ തന്നെ ചികിത്സിക്കുക എന്നുള്ളതാണ്. മറ്റൊരാളെ സഹായം കൂടാതെ തന്നെ മറ്റൊരാളെ ആഗ്രഹിക്കുന്നത് അവന്റെ തഖ്വയിലുള്ള തവക്കുലുള്ള കുറവാണ്. അതുകൊണ്ടാണ് ആ സ്വർഗത്തിൽ വിചാരണ കൂടാതെ കിടക്കുന്ന 70,000 ആളുകൾ പെടാത്തത് കൊണ്ടാണ് മറ്റൊരാളോട് പിന്നെ മന്ത്രത്തിന് വേണ്ടി നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ. ഇനി കണ്ണേറിനെ കുറിച്ച് ഒരു ചെറിയ പരാമർശങ്ങൾ വേണം. കാരണം എന്ന് വെച്ചാൽ കണ്ണൂരെ സംബന്ധിച്ചോളം 2 തരത്തിലാണ് അതിന്റെ ചികിത്സ. ഒന്ന്, കണ്ണേർ തട്ടി, അതായത് ഡെഡ്ലി എന്ന് പറഞ്ഞാൽ മാരകമായ രീതിയിൽ കണ്ണീർ തട്ടി ആള് മരിച്ചുപോയി, അല്ലെ ബിൽഡിംഗ് തകർന്നു, വാഹനം തകർന്നു, ഒന്നും ചെയ്യാനില്ല, അതിന് ചികിത്സ ചെയ്യാനില്ല. എന്നാൽ മാരകമല്ലാത്ത കണ്ണീർ അത് തടയാൻ എങ്ങനെയാണ്? ഒന്ന്, നമുക്ക് അത്ഭുതമുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക? മാഷാ അല്ലാഹ്,
അല്ലെ ബാറക്കല്ലാഹി എന്ന് പറഞ്ഞ് ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അതാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. അള്ളാഹു റസൂലിന്റെ അടുത്ത് കണ്ണീറിലൊക്കെ ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ ചോദിച്ചത്? നിനക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ബർക്കത്തിന് പറയാം. അതെങ്ങനെ വേണം? നമ്മള് അത്ഭുതപ്പെട്ടിട്ടല്ല. കണ്ണീർ എന്ന് പറഞ്ഞാൽ ആശ്ചര്യത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി, അസിയോട് കൂടിയിട്ട് ഒരു കാര്യത്തിൽ നോക്കുന്നതിലൂടെ ആ നോട്ടത്തോടെ എഴുതുന്ന ഒരു പ്രശ്നമാണ്, പ്രയാസമാണ്. അതാണ് കണ്ണീർ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ആശ്ചര്യമുള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ നല്ല കുലച്ചു കിടക്കുന്ന വാഴ തോപ്പ് കണ്ട്, ഇങ്ങനെ എന്താ തോന്നുന്നു? പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടണം. മാഷാ അല്ലാഹ്, തബാറക് അല്ലാഹ്. അതിങ്ങനെ വരണം. നമ്മുടെ ആഗ്രഹം പുറത്തു വരുന്നതിന് മുമ്പ് അത് മുൻകിടക്കണം. അപ്പൊ ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞിരുന്ന കുഴപ്പം, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചിലപ്പോ ഇതിനായിരിക്കും നമ്മൾ ഒരുപാട് ശിക്ഷിക്കപ്പെടുക. ആർക്കും ദുരന്തം ഉണ്ടാക്കിയാൽ അത് നമ്മുടെ കണ്ണീർ മൂലമാണെങ്കിൽ നാം അത് വിചാരണ ചെയ്യപ്പെടുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി കണ്ണീർ തട്ടി ആളെ നമുക്കറിയാം. കാരണം എന്താണ്? ഉച്ചക്ക് കൊച്ചിന് ഭക്ഷണം ഇങ്ങനെ നല്ല കുറുക്കി ഇങ്ങനെ കോരി ഇങ്ങനെ കൊടുത്തു, കുട്ടി ഇങ്ങനെ പിടിച്ചോണ്ട ഈ സമയത്താണ് അയൽവക്കത്തെ ആ സ്ത്രീ അവിടെ വന്നത്. കൊച്ചു കണ്ടു. വൈകുന്നേരം പോയി കൊച്ചു ഒന്നും കഴിക്കുന്നില്ല, ഒരു സാധനം വേണ്ട, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് സംശയം, അവരാണോ? അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരോട് കുളിക്കാൻ പറയണമെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സിഗരേറ്റ വിവരം എന്ന് പറഞ്ഞു. അബൂ സാലിബിൻ ഹനീഫ് കുളിച്ചോണ്ടിരുന്നപ്പോ ആമർ റളിയല്ലാഹു കണ്ടു. ഇപ്പൊ നല്ല സൗന്ദര്യമുള്ള തൊലി എന്ന് പറഞ്ഞു ആള് വീണു, തല വെക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോ ആരെന്ന് ചോദിച്ചെന്ന് അറിയോ? ഹൽ തത്റഹിമുന ലഹു അഹദ, അയാളെ സംബന്ധിച്ച് ആരുടെ സംശയമുണ്ടോ? അപ്പൊ പറഞ്ഞു സാഹിബ് പറഞ്ഞു ആമർ റളിയല്ലാഹു എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കാൻ പറഞ്ഞു, വിളിച്ചു വരുത്തി. റസൂലുള്ളാഹി ദേഷ്യപ്പെട്ട് ചോദിച്ചു, അലാമ യഖ്തുലു അഹദുക്കും അഹാ, നീ നിന്റെ സഹോദരനെ കൊല്ലാൻ നോക്കുന്നതെന്നാ ചോദിച്ചത്. അല്ല ബർക്കത്ത, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? അവന്റെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പോയി കുളിക്കുന്നു. അവർക്ക് ഇപ്പൊ സംശയം വേഗം കുളിച്ച് വെള്ളം കൊണ്ടു കൊടുത്തു. നമ്മുടെ നേതാക്കന്മാരെ കുളിക്കാൻ പറഞ്ഞാൽ അവർക്ക് എന്ത് കുളിയായിട്ട് പോകണം. ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യാതെ ഇപ്പൊ ഒരു കുളി, മയ്യത്ത് കുളിയാണോ ജനാബത്ത് കുളി, ഏത് കുളിയാണെന്ന് മനസ്സിലാവില്ല. ഞാൻ തമാശ പറഞ്ഞ നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്ത് കുളി എങ്ങനെ കുളിക്കും ചോദിച്ചു നോക്കൂ. ഹദീസിൽ വന്ന കാര്യമാണ്. കുളിക്കാൻ പറഞ്ഞോടെ സാധനം പെട്ടെന്ന് കുളിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല എന്താ കുളിയെന്ന്. അപ്പൊ എന്താണ് കണ്ണീർ ഇതിനാണ് തട്ടിന്ന് പറഞ്ഞാൽ കുളിക്കാൻ പറഞ്ഞാൽ കുളിച്ചു കൊടുത്തോളാം റസൂലുള്ളാഹി കൽപ്പന. എന്റെ അടുത്ത് പറയാണ് ഒന്ന് കുളിച്ചു തരണം. പിന്നെ ചോദിക്കാൻ പാടില്ല എന്തിനാണ് കുളിച്ചാൽ വെള്ളം കൊടുക്കാറുള്ള. എങ്ങനെ കുളിക്കേണ്ടത് ഷോർട്ടായിട്ട് പറയാം. ഇവിടെ അദ്ദേഹം കൂടുതലായിട്ട് വിശദീകരിക്കും. ഒതു കൊടുക്കുന്ന പോലെ കൈയും മുഖമൊക്കെ കഴുകി, കൈമുട്ട് വരെ കഴുകി, ഒരു പാത്രം വലിയൊരു പാത്രത്തിലാണ് ചെയ്യുന്നത്. അതിനകത്ത് കയറി നിന്ന് കാലിന് മുട്ടുവരെ കഴുകുക. എന്നിട്ട് നമ്മുടെ അടിവ് വസ്ത്രം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ വെക്കുന്ന അടിവസ്ത്രം, അതിൽ നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, ഇലാസ്റ്റിക്കോ ഏതോ പോലെയുള്ള ഭാഗങ്ങൾ കെട്ടിയത്, ആ ഭാഗം കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൊണ്ട് പുറത്തൊഴിക്കണം. ആ നിമിഷം അദ്ദേഹം എഴുന്നേറ്റ് പോയിരുന്ന അപ്പമാറും. ഇതാണ് എന്റെ ചികിത്സ. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതാണ്. പക്ഷെ നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല. ഇത്രയും കാലമായിട്ട് നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് എന്ത് സംഭവിച്ച ശേഷം ആളെ തിരിഞ്ഞത് ഞാൻ ചികിത്സ ചുരുക്കി പറഞ്ഞു. ഇനി ആളെ നമുക്കറിയില്ല, പക്ഷെ കണ്ണുകളാണ് സംശയമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ദിക്ർ ദുആ കൊണ്ട് ചികിത്സിക്കുക. ഹദീസിൽ വന്ന ഒരുപാട് ദുആകളുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. ഇങ്ങനെയുള്ള ഒരുപാട് ദുആകളുണ്ട്. ഇതൊന്നും ഇപ്പൊ വിശദീകരിക്കാൻ സമയമില്ല. നമുക്ക് ചില പ്രാർത്ഥന എന്ന് പറഞ്ഞ ബുക്കുകൾ, അല്ലെങ്കിൽ പിന്നെ ആ ജിന്ന സിർ എന്ന് പറഞ്ഞ പുസ്തകത്തിലേക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിയിട്ട് മന്ത്രിക്കുക. അതുപോലെ തന്നെ കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിലെ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ റബ്ബിൻ നാസ് ഇങ്ങനെ ഊതിയിട്ട് നമ്മുടെ ശരീരം ഒന്ന് തടവുക. കൊച്ചുകുട്ടിയാണ് ഇങ്ങനെ ഓതിയിട്ട് ശരീരം തടവി കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ഇനി ഒരു മരത്തിന് നിങ്ങൾക്ക് തോന്നി ആ മരത്തിന് കായകളുണ്ടായിരുന്നു, ആരോ കണ്ണ തട്ടിയ കായകൾ പോയി, ഈ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ആ മരത്തിൽ ഒഴിച്ചേക്കാൻ ചൂട്ടിലോ, അല്ല മരത്തിൽ ചെറിയ മരമാണ് അതിനെ മുകളിൽ ഒഴിച്ചിട്ടുക. ഇങ്ങനെയെല്ലാം ചെയ്ത് ഒരു ജീവിക്ക് ചെയ്യുന്ന പോലെ തന്നെ ആ മരത്തിന് ചെയ്യാം. ഇതുപോലെ അനുവദനീയമായ അതിന് പകരം ഉപ്പും മുളകും കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് അടുക്ക ഇടുക. മുഖത്ത് അവിടത്തൊരു വലിയ വട്ടം കറുപ്പ് ഇത് കുത്തുക, അല്ലെങ്കിൽ ഒരു എന്തിനും കൊമ്പോ നഖോ കഴിച്ച കെട്ടിത്തൂക്കുക. ഏഴ് ശരിക്ക് തൂക്കുന്നു. ഹറാമായി ഒരുപാട് മാർഗങ്ങളാണ് നമ്മൾ സമൂഹം സ്വീകരിക്കുന്നത്. ഇതൊന്നും സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഹലാൽ ഹറാമും തിരിച്ചറിഞ്ഞിട്ട് അള്ളാഹു വെച്ച സബബുകളാണ് ഇതെല്ലാം. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. സഹോദരന്മാർ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.
അദ്ദേഹം തുടർന്ന് ഇതിന്റെ മറ്റു വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കുകയും സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഈ വിഷയങ്ങൾ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. അവർ ഇതിൽ നിന്ന് പിന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്നുകൂടെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. إن الذين يكتمون ما أنزلنا من البينات بالهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. ബഹുമാനരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, എന്റെ സുഹൃത്തും ഗുരുനാഥനുമായ ഡോക്ടർ സുബൈർ, അതുപോലെ മറ്റു സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഓതി കേൾപ്പിച്ചത് സൂറ അൽ-ബഖറയിലെ 159 തൊട്ടുള്ള വചനങ്ങളാണ്. പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അള്ളാഹു കിതാബിലും സുന്നത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കുഫറാണെന്നും അത്തരം ആളുകൾക്ക് ശിക്ഷയും വ്യക്തമായ താക്കീതും സൂചിപ്പിച്ചുകൊണ്ടുള്ള വചനം. എന്നോട് ഇവിടെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജിന്ന് സിഹ്ർ റുഖിയ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ, ഇസ്ലാമിക മതസംഘടനകളുടെ പശ്ചാത്തലത്തിൽ ജിന്ന് സിഹ്ർ റുഖിയ എന്ന് സംസാരിക്കാനാണ് ഞാൻ പ്രൊജക്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അല്പം നിന്നും അല്പം ഇരുന്നും ആണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു മുഖവരി ഇല്ലാതെ തന്നെ നമുക്ക് ഡോക്ടർ സുബൈർ ഇവിടെ സംസാരിച്ചപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 2 വിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കേരളത്തിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പല തരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും അവകാശപ്പെടുന്നത് കിതാബും സുന്നത്തും പിൻപറ്റുന്നവരാണ്. അതില് മടവൂർ വിഭാഗം ജമാഅത്ത് ഇസ്ലാമി ഏറെക്കുറെ ഒരു പ്ലാറ്റ്ഫോമിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ AP ഗ്രൂപ്പ് അതിൽ 2 തരത്തിലാണ്. കോഴിമുട്ട പൊഴുകിയതുപോലെ വെള്ളയും മഞ്ഞയും. എപ്പോഴാ പൊട്ടി പുറത്തു ചാടുന്നത്? പുറത്താക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പുറത്താക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോ നോക്കിയാൽ മതി. തുറന്നിട പറയാം, മുഖവരില്ലാതെ വിഷയത്തിലേക്ക് എടുക്കുക. ഇവിടെ എല്ലാവരും അതാണ് എന്റെ ഈ നോട്ടീസിൽ കൊടുത്ത സബ്ജക്ട് കൊണ്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അടുത്തത് 1400 വർഷത്തിലുള്ള പണ്ഡിതന്മാർ കിതാബിന്റെയും സുന്നത്തിന്റെയും സഹാബസിന്റെയും സലഫുകളുടെയും ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ എന്താണ് എന്നറിയ ഉറപ്പിച്ച നിലപാട്. 3, കേരളത്തിലെ സുന്നി മുജാഹിദും അല്ലാത്തതൊക്കെ സുന്നികളാണ്. കേരളത്തിൽ സുന്നി മുജാഹിദും ഇല്ലാത്തതൊക്കെ മുജാഹിദും ജമാഅത്തും അല്ലാത്തതൊക്കെ സുന്നികളാണ്. അതുകൊണ്ട് ആ ഒരു പബ്ലിക് ഇവരുടെ നിലപാട്. അതുകൊണ്ട് ഓരോരുത്തർ നോക്കിക്കഴിഞ്ഞാൽ മടവൂർ വിഭാഗത്തിനെ കുറിച്ചും ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ചും വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. എന്താ? ജിന്ന് എന്നൊരു വർക്കുണ്ട്, അതിന്റെ അപ്പുറത്തേക്കില്ല. ജിന്ന് ബാധയോ സിഹ്റോ കണ്ണോ ചികിത്സയോ ഒന്നുമില്ല. പിന്നെ അതിന് ചെറിയ വ്യത്യാസമുണ്ട്. എന്താ അറിയോ? ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടല്ലോ, ആ സ്റ്റാൻഡിലല്ല
അബുലാല മൗദൂദി ഉണ്ടായിരുന്നത്. അബുലാല മൗദൂദി റസൂലിന് സിഹിർ ഏറ്റിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വായടപ്പൽ മറുപടി കൊടുത്താണ്. അത് തഫ്സീറുൽ ഖുർആന്റെ അറബി ഇംഗ്ലീഷും ഉറുദു പോയി കഴിഞ്ഞാൽ സൂറത്ത് ഫലക്കിന്റെ നാസിന്റെയും വിശദീകരണത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മലയാളത്തിലേക്ക് തഫ്സീറുൽ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ 6-ാം വാള്യത്തിന്റെ മുഖവരിയിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് യോജിക്കാത്ത ചില ഭാഗം ഇതിൽ നിന്ന് വിട്ടൊഴുകി കളഞ്ഞിട്ടുണ്ട് എന്ന ഒരു കുറിപ്പ് കൊടുത്തിട്ട് 4-5 പേജുകൾ വരുന്ന ഈ വിശദീകരണം തട്ടി. ഉറുദു പരിഭാഷയിലും ഇംഗ്ലീഷ് പരിഭാഷയിലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. റസൂലിന് സിഗരറ്റ് എന്നതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് വായ അടപ്പൻ മറുപടി കൊടുത്ത ആളാണ് അബുലാല മൗദൂദി. ആ അബുലാല മൗദൂദി പഠിപ്പിച്ച ഒറിജിനൽ ജമാഅത്ത് ഇസ്ലാമി അല്ല ഇന്നിവിടെ നിന്ന് പല വിഷയത്തിലും. അതൊക്കെ എന്താ വെച്ചാല് ചെറുമുണ്ടപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കും. അപ്പൊ മറ്റേ ഷെയ്ഖുമകാരനും മറ്റേ യുബൈദൊക്കെ അവിടെ കണ്ടിട്ട് ഇങ്ങനെ കറങ്ങും. അപ്പൊ ഒരു പുറത്തിനും ആ അനുസരണത്തിൽ തന്നെയാണല്ലോ ഈ ഭാഗത്തും വരുന്നത്, ഈ ഭാഗത്തിൽ തന്നെയാണല്ലോ അനുസരണം വരുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത്. പറഞ്ഞു വരുന്നത് റസൂല് സിഹ്റേൽക്കുക എന്ന സംഭവത്തെ അംഗീകരിച്ച ആളാണ് മൗദൂദി. എന്നാൽ ബാക്കിയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരെ അതുപോലെ വടവരികളും അത് അംഗീകരിക്കുന്നില്ല. ക്ഷമിക്കണം, പറഞ്ഞ് ശീലിച്ചതോടാണ് വടവരികൾ എന്നുള്ള പ്രയോഗം വരുന്നത്. ക്ഷമിക്കണം, വടവരി വിഭാഗം എന്നേ ഞാൻ അർത്ഥാക്കുന്നുള്ളൂ. അത് കളഞ്ഞ് പറയാൻ വേണ്ടി വരുന്നതാണ്. 2 AP ഗ്രൂപ്പ്, ഞങ്ങളാണ് ഒറിജിനൽ തേൻ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. ലോകത്തിൽ ഇമാം ഷാഫിനെ തള്ളും, അഹ്മദിനെ തള്ളും, അവരെ തള്ളും, ഇവരെ തള്ളും, എല്ലാവരും തള്ളും. ഞങ്ങളാണ് ഒറിജിനൽ തേൻ. അവരൊക്കെ തള്ളിയിട്ട് അവർക്ക് ജർഹ് വ തഅദീൽ നടത്താൻ യോഗ്യന്റെ ആളുകളാണെന്നും ഞങ്ങൾ എന്ന